ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരെണ്യം. ഞാൻ ഇസ്ലാം മതത്തിലല്ല ചേർന്നിട്ടുള്ളത്. ഞാൻ ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയിലാണ് ചേർന്നിട്ടുള്ളത്. അതിനകത്ത് ഇഷ്ടംപോലെ ഹിന്ദു വിശ്വാസികളുണ്ട്. ടി പി ചന്ദ്രശേഖരനെ വധിച്ചതിൻ്റെ പ്രതിഷേധ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോകുന്നതോടുകൂടി സഖാക്കൾക്ക് ഞാനൊരു നോട്ടപ്പുള്ളിയായി. മലപ്പുറം ജില്ലയുടെ എല്ലാ നന്മകളും അനുഭവിച്ചൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ വേദിയിൽ പോയിട്ട് എനിക്കൊരു മാപ്പിളപ്പാട്ട് പാടാൻ പറ്റുമോ? അതിനുള്ള സഹിഷ്ണുത സംഘപരിവാറിൻ്റെ ആളുകൾക്കുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾക്ക് ലീഗിൻ്റെ വേദിയിൽ പോയിട്ട് കൃഷ്ണസ്തുതി പാടാം. പാടി കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ, കൊന്നു തീർത്താലൊരായിരം പിന്നെയും കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ച ഏറ്റവും ഉജ്ജ്വലമായ കലാപ്രഖ്യാപനമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നത്. 7.5 പതിറ്റാണ്ടിൻ്റെ ചരിത്ര ദൂരങ്ങൾക്കിപ്പുറം ഭാരതപ്പുഴയുടെ കരയിൽ നിന്നും ഒരു കലാകാരൻ പറയുന്നു നിങ്ങൾ എന്നെ മുസ്ലിം ലീഗാക്കിയെന്ന്. മലയാളിയുടെ മഹാഗായകൻ ഞെരളത്ത് രാമപ്പൊതുവാളിൻ്റെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ. സ്വാഗതം ഹരിഗോവിന്ദൻ. സോപാന സംഗീതത്തെ ക്ഷേത്ര മതിൽക്കെട്ടിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു പുരോഗമന ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ എത്തിച്ച ഒരു മഹാഗായകനാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ. ക്ഷേത്ര മതിൽക്കെട്ടിനപ്പുറത്തെത്തിയ സോപാന സംഗീതത്തെ മുസ്ലിം ലീഗ് വേദിയിൽ എത്തിച്ചു എന്നാണോ ഇപ്പോൾ നമ്മൾ അതിനെ വിശേഷിപ്പിക്കേണ്ടത്? ഈ ഒരു സമീപകാലത്തെ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തിന് പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഞാൻ പണ്ട് മുതലേ സോപാന സംഗീതം കോൺഗ്രസ്സുകാർ വിളിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചാലും മുസ്ലിം ലീഗുകാർ വിളിച്ചാലും BJPക്കാർ വിളിച്ചാലും RSSകാർ വിളിച്ചാലും ആര് വിളിച്ചാലും ഞാനവിടെ എൻ്റെ ഇടയ്ക്ക കൊട്ടി പാടുന്ന കലാരൂപത്തിൻ്റെ പ്രചരണത്തിന് കിട്ടുന്നൊരവസരമായി കരുതിക്കൊണ്ട് ഞാൻ അവിടെ എല്ലാം പോയിട്ട് പാടും. പറയുന്ന ചില കാര്യങ്ങൾ, ആശയങ്ങൾ ഒന്നായിരിക്കും. എല്ലാ വേദികളിലും കാലങ്ങളായി ഞാൻ പാട്ടുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയായിരുന്നു. വാസ്തവത്തിൽ എൻ്റെ അച്ഛൻ അമ്പലത്തിൽ അനുഭവിച്ചിട്ടുള്ള അവഹേളനങ്ങളും അവഗണനകളും കാരണവും ആയിട്ട് അമ്പലത്തിൻ്റെ നട വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ആളാണ്. മൂപ്പര് ജനകീയമാക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇറങ്ങിയ ആളല്ല. അങ്ങനെ അത് ജനകീയമായി പോയതാണ്. ഞെരളത്ത് രാമപ്പൊതുവാൾ ബോധപൂർവമായ സോപാന സംഗീത പ്രചാരണത്തിന് ഇറങ്ങിയതല്ല. ഈ ക്ഷേത്രകലയെ ആദരിക്കുവാൻ, പക്ഷെ അതിൻ്റെ ഫലം അങ്ങനെയല്ലേ? അതെ, ഈ ക്ഷേത്രകലയെ ആദരിക്കുവാൻ ഏറ്റവും ആദ്യം ഉത്തരവാദിത്തമുള്ള ആളുകൾ ക്ഷേത്ര വിശ്വാസികളാണ്, ആണല്ലോ. അപ്പോൾ കല വേണം അവർക്ക്, കലാകാരനെ വേണ്ട. ഈ കലാകാരൻ ഉണ്ടെങ്കിലല്ലേ കലയുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്ഷേത്ര കല എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കലാരൂപങ്ങൾ, മറ്റൊന്ന് ആസ്വാദനത്തിനുള്ള കലാരൂപങ്ങൾ. അപ്പോൾ ഈ അനുഷ്ഠാനമായിട്ടുള്ള കലാരൂപങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പൊതുവേ ഒരു കലാകാരൻ, അല്ലെങ്കിൽ സ്ത്രീകളില്ലാത്തതുകൊണ്ട് കലാകാരി എന്ന് പറയേണ്ട, കലാകാരൻ എന്ന ഒരു ഐഡൻറ്റിറ്റി പലപ്പോഴും കിട്ടാറില്ല. അവർ അവിടുത്തെ ഈ എന്താ പറയുക, ജോലി തൽക്കാലം ഓരോ സമയത്തും ചില അനുഷ്ഠാനങ്ങളുണ്ട്, അത് നിർവഹിച്ച് പോകുന്ന കുറേ ആൾക്കാർ. ദേവസ്വം ബോർഡ് വന്നപ്പോഴാണ് അവർക്കൊരു ജീവനക്കാരൻ എന്നാണ് പറയുക. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ എന്നാണ് പറയുന്നത്, ദേവസ്വം ബോർഡ് കലാകാരൻ എന്ന് പ്രയോഗമില്ല. അപ്പോൾ അത്തരത്തിൽ അവിടെ ആകെ ഐഡൻറ്റിറ്റി ഉള്ള, ബഹുമാനം കിട്ടുന്ന ഒരാൾ അവിടുത്തെ പുരോഹിതനായിട്ടുള്ള മേൽശാന്തിയോ തന്ത്രിയോ ആണ്. അപ്പോൾ പൗരോഹിത്യത്തിന് കീഴിൽ ഈ കലാരൂപത്തെ ഉപാസിക്കുന്ന ആളുകളെ ഒരു മനുഷ്യനായി പോലും ഭക്തജനങ്ങളോ കമ്മിറ്റിക്കാരോ പരിഗണിക്കാറില്ല. പക്ഷെ ഞെരളത്ത് രാമപ്പൊതുവാൾ ഇതിനെ ഒരു വെറും അനുഷ്ഠാനത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഇതിൻ്റെ സംഗീത ആലാപന ശൈലിയെ വികസിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അനുഷ്ഠാനമായിട്ടുള്ള അവസരങ്ങളിൽ അല്ലാതെയും അദ്ദേഹം, ആരും പറഞ്ഞില്ലെങ്കിലും അമ്പലനട ഒഴിഞ്ഞു കിടക്കണം, അമ്പലനടയിൽ തിരുമാന്താവുന്നതിൽ ശ്രീമൂലസ്ഥാനത്ത് അവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മൂപ്പരുടെ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് നിയതമായ അനുഷ്ഠാന ചിട്ടകൾക്കല്ലാതെ തന്നെ മൂപ്പര് പോയിട്ട് പാടിക്കൊണ്ടിരിക്കും.
അത് കണ്ടിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. അങ്ങനെ അത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ശ്രീകോവിലിനകത്തല്ല. ഈ ശ്രീമൂലസ്ഥാനത്തിൻ്റെ നട എന്ന് പറയുന്നത് ശ്രീകോവിലിനകത്തല്ല. പിന്നെ മുറ്റത്ത് കൂടെ നടന്നു പോകുമ്പോൾ ആർക്കും കാണാം. അങ്ങനെ ഞരളത്ത് രാമപ്പുതവാളെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെയും അടിയന്തരക്കാരനോ ജീവനക്കാരനോ ആയിട്ട് ഞരളത്ത് രാമപ്പുതവാളെ ആരും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മറ്റ് പലരും പല ക്ഷേത്രങ്ങളിലും അടിയന്തരക്കാരും മറ്റൊക്കെ ആയിട്ടുണ്ട്. ഞരളത്ത് രാമപ്പുതവാള അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കെട്ടിടാൻ പറ്റുന്നൊരു നേച്ചർ ആയിരുന്നില്ല. അതുകൊണ്ട് കൂടി ആവാം, അല്ലാണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടായിരിക്കില്ല. അപ്പോൾ അദ്ദേഹം ഈ എവിടെ പാടാൻ പറഞ്ഞാലും പാടും. മൂപ്പർക്ക് ഈശാവാസ്യം ഇതം സർവം എന്നാണ്, ക്ഷേത്രത്തിനകത്താണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അത്തരത്തിൽ റോട്ടിലും വീട്ടിലും കാട്ടിലും എവിടെ വേണമെങ്കിലും ആൾ പാടാൻ തയ്യാറായി. മൂകാംബികയിൽ നിന്ന് യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് കൂടെ പോയ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ എവിടേക്കോ പോയി. കുറച്ച് നേരത്തെ രണ്ടുപേരും പിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് രാമേട്ടനെ കാണാനില്ലോ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ മൂപ്പര് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊട്ടിപ്പാടുകയാണ്. കാരണം യാത്രയ്ക്കുള്ള പൈസ പിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു കല ജനകീയമായി വന്നതാണ്. ഇന്ന് നിങ്ങൾ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലോ നിറയെ എല്ലാവരും ഇടയ്ക്ക് കൊട്ടി പാടുന്നവരെ കൊണ്ട് തിക്കും തിരക്കുമായി. ആ ഒരു കാലം സൃഷ്ടിക്കുകയായിരുന്നു എൻ്റെ സ്വപ്നം. അത് അച്ഛൻ തുടങ്ങി വെച്ചതാണ്. അങ്ങനെയാണ്. അല്ലാണ്ട് ഇന്ന് എന്താ പറയുക, ഈ കലയുടെ മഹത്വത്തെക്കുറിച്ചും മറ്റും പറഞ്ഞ് എന്നെ വിമർശിക്കുന്ന ആളുകൾ ആരും തന്നെ ക്ഷേത്രനടയിൽ പോയി ഇതിൻ്റെ പവിത്രമായ സംഗീതമാണല്ലോ എന്ന് കരുതി ക്ഷേത്രനടയിൽ പോയി അത് ആസ്വദിച്ച് അവരെ കൊണ്ടുപോയി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത്, നമ്പൂതിരിക്ക് ദക്ഷിണ കൊടുത്താലും ഇവർക്ക് ദക്ഷിണ കൊടുക്കില്ല. നമ്പൂതിരി പാടുന്ന സമയത്ത് മന്ത്രം തെറ്റിയിട്ടാണോ ശരിയായിട്ടോ അല്ല പൂജ ചെയ്യുന്ന സമയത്ത് ക്രിയകളൊക്കെ ശരിക്കാണോ ചെയ്യുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു ഭക്തർക്കും കമ്മിറ്റിക്കാർക്കും കഴിവില്ല. നേരെ വെച്ച് ഇടയ്ക്കൊട്ടി പാടുന്ന ആളാണ് പ്രത്യക്ഷത്തിൽ പ്രതിഭ പ്രകടമാക്കുന്നയാൾ. അയാൾ നമുക്ക് ആർക്ക് ഏത് പൊട്ടനും മനസ്സിലാവും ശ്രുതിയും താളം പഴച്ച. പക്ഷേ അവർക്ക് 10 പൈസ കൊടുക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ സാമ്പത്തികമായും സാമൂഹ്യമായും വ്യക്തി എന്ന നിലയ്ക്കും ഒന്നും തന്നെ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ഒരു മനുഷ്യൻ കുറേ കഴിയുമ്പോൾ അസ്വസ്ഥനാകും. പ്രത്യേകിച്ചും പ്രതിഭയുള്ള കലാകാരന്മാർ. നേരെ മറിച്ച് വെറൊരു ജോലിക്ക് വേണ്ടി മാത്രം പാടാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് മാത്രമേ അവർക്ക് ഉപാധിയുള്ളൂ. അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. കാരണം ജനങ്ങളെ വശീകരിക്കാൻ അവർക്ക് കഴിയില്ല. ഞരളത്ത് രാമപ്പുതവാൾക്ക് ജനങ്ങളെ വശീകരിക്കാനുള്ള സംഗീത സിദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണുചേട്ടൻ, ജി അരവിന്ദൻ സാറ്, അദ്ദേഹമൊക്കെ സിനിമയിൽ തമ്പ് സിനിമയിൽ അച്ഛൻ ഉൾപ്പെടുത്തിയത് തന്നെ സോപാനക്കാരനായിട്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുനാവായ ആൽത്തറയിൽ വേണുട്ടനും അദ്ദേഹം കൂടിയുള്ള രംഗങ്ങൾ തന്നെയുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ക്ഷേത്ര കലാകാരൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ജി അരവിന്ദൻ സാറിൻ്റെ തമ്പിലാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരുപാട് തലങ്ങളിലേക്ക്, നാടകങ്ങളിലേക്കും സിനിമകളിലേക്കും ഒക്കെ ഈ കലാരൂപത്തെ കൂട്ടിച്ചേർക്കുവാൻ കേരളത്തിൻ്റെ ഭാവനാശാലികളായിട്ടുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും തയ്യാറായപ്പോഴാണ് ഇങ്ങനൊരു കലാരൂപം ഉണ്ട് എന്ന് മലയാളി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഞരളത്ത് രാമപ്പുതവാൾ ഇപ്പോൾ കൊട്ടിപ്പാടുന്ന ഇടമെല്ലാം ക്ഷേത്രമുറ്റം പോലെ കരുതിയ ആളാണ്. എവിടെയായാലും കൊട്ടുന്നതെല്ലാം എൻ്റെ ക്ഷേത്രമുറ്റം എന്ന് കരുതിയ ആളാണ്. അപ്പോൾ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, പത്രത്തിലും ചിത്രത്തിലും ഉണ്ട്, പാത്രത്തിലൊന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരകം തൊട്ട് അദ്ദേഹത്തിൻ്റെ മരണ ദിവസം തൊട്ട് ഈ വിഷയങ്ങളെല്ലാം വിവാദമാക്കിക്കൊണ്ട് സഞ്ചരിച്ച ഒരാളായിട്ടാണ് താങ്കൾക്കൊരു ആക്ഷേപം താങ്കൾക്കെതിരെ ഉള്ളത്. അതായത് ഞരളത്ത് രാമപ്പുതവാൾ ഒരു നിശബ്ദ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ചെയ്യുന്നത് ഒരു വിപ്ലവകരമായ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം തന്നെ ബോധേഡായിരുന്നില്ല. ബട്ട് ഹി വാസ് റെവല്യൂഷണറി. ഞരളത്ത് ഹരിഗോവിന്ദൻ ഒരു സശബ്ദ വിപ്ലവകാരിയാണ്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് 1996 ആഗസ്റ്റ് 13 അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ക്യാമറാമാൻ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. ബാക്കി അതുവരെ അങ്ങനെ സാധാരണ ഒരാൾ മരിച്ച മാതിരി കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ക്യാമറ വന്നിട്ടുണ്ടെന്ന് കണ്ടതോടുകൂടി നാട്ടിലെ സകല ക്ലബ്ബുകാരനും പാർട്ടിക്കാരും എല്ലാം ഭയങ്കര തമാശയായിരുന്നത്. എല്ലാവരും ഓടിപ്പോയിട്ട് എവിടുന്നാണാവോ 10-36 റീത്ത് അച്ഛൻ്റെ ശരീരത്തിൽ വെച്ചു. അപ്പോൾ ക്യാമറാമാൻ എന്നോട് ചോദിക്കും, എന്നെ മാത്രമാണ് മകൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് പേർക്ക് അറിയാവുള്ളൂ. ഞങ്ങൾ 7 മക്കളുണ്ട്. അതിൽ ഞാൻ മാത്രമാണ് അച്ഛൻ്റെ കൂടെ നടന്നിട്ട് ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ 6ാമത്തെ മകനാണ് ഞാൻ. അച്ഛൻ 61 വയസ്സ് കഴിഞ്ഞിട്ട് ജനിച്ച മകനാണ് ഞാൻ. അതുകൊണ്ട് അച്ഛൻ്റെ എല്ലാ സംഗതികളും കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് ഈ ക്യാമറാമാൻ ചോദിച്ചു, അച്ഛൻ്റെ വിയോഗത്തിൽ എന്ത് തോന്നുന്നു? അപ്പം ഞാൻ പറഞ്ഞു, എന്ത് തോന്നാനാണ്, ഞാൻ ജനിക്കുന്നത് തന്നെ അച്ഛൻ 61 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഈ 80-ആം വയസ്സിൽ അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛൻ ഓൾറെഡി
എന്താ പറയുക, എപ്പോഴും വിയോഗത്തിലായിരുന്നു, വീട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല, വീട്ടിലില്ലാത്ത- ഒരു അവധൂതനായിരുന്നു. അതാണ് ദേവാസുരത്തിൽ ഒരു തണ്ടി വന്നല്ലോ ഒരു തണ്ടി എന്ന് പറയുന്നില്ല, അത് അതെ അതെ അത് ആ അർത്ഥത്തിലാണ്. മൂപ്പർ ഇങ്ങനെ തണ്ടി നടക്കുന്ന ഒരാളാണ്. ആ. അതായത് ആ അർത്ഥത്തിൽ അലഞ്ഞു തിരിയുന്ന ഒരു അവധൂതനും സൂഫിയും ഒക്കെയാണ്. ഉം. അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ വിയോഗം നമ്മൾ പ്രത്യേകിച്ച് ഒന്ന്, കാരണം ഞാൻ അച്ഛൻ്റെ കൂടെ നടന്നത് കൊണ്ട് തന്നെ അച്ഛൻ ആരാന്ന് മനസ്സിലായിട്ടുണ്ട് എനിക്ക്. മറ്റു മക്കളൊന്നും നാണക്കേട് കൊണ്ട് അച്ഛൻ്റെ കൂടെ യാത്രയില്ലായിരുന്നു. കാരണം പലപ്പോഴും അച്ഛൻ്റെ പ്രകൃതം അങ്ങനെയല്ല. ആളുകൾക്ക് എന്താ പറയുക, പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പെരുമാറ്റവും ഭാഷയും. ആ. എന്നാൽ കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് വലിച്ചിട്ടോ അനാർക്കി സ്വഭാവത്തിൽ ജീവിക്കാത്ത ഒരേ ഒരു അവധൂതനാണ് ഞരളത്ത് രാമപുതുവാൾ. അതാണ് എനിക്ക് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ആദരവ്. ബാക്കി കേരളത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ അനാർക്കികളും ഒന്നുകിൽ മദ്യപാനം അല്ലെങ്കിൽ കഞ്ചാവോട് കൂടിയിട്ടാണ് അവധൂതത്വം തുടങ്ങുക. അദ്ദേഹത്തിന് സംഗീതവും ആ, ഭക്തിയുമാണ് സംഗീതം തന്നെ ലഹരിയായിരുന്നു. ഇപ്പോൾ ഞാനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒരു കലാകാരന് ആ കല മാത്രമേ ലഹരിയാവാൻ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ ദിവസം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് തോന്നാനാണ്, ഇപ്പം എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ 35-ലധികം റീത്തുകൾ കാണുന്നുണ്ട്. അന്ന് അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വെച്ച റീത്തിൻ്റെ പണമൊക്കെ അച്ഛന് പണമായിട്ട് കൊണ്ടേ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. അത് വെറുതെ ഭിക്ഷ നൽകും പോലെ നൽകണ്ട. അച്ഛൻ പാട്ട് പാടാൻ പോയ സമയങ്ങളിൽ അച്ഛന് മര്യാദയ്ക്ക് പ്രതിഫലവും കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഉള്ളിൽ നല്ല സങ്കടത്തിലാണ് പറയുന്നതെങ്കിലും ഞാനതൊരു തമാശയായിട്ടാണ്. അന്ന് മുതലേ ഞാൻ ജീവിതത്തെ ഒരു കോമഡി ഷോ ആയിട്ട് കാണാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. ഇതായിരുന്നു എൻ്റെ പ്രതികരണം. അത്തരത്തിൽ അവഹേളനങ്ങളും അവഗണനകളും 12 വർഷം തുടർന്നപ്പോഴാണ് വീണ്ടും 12 വർഷം അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകാർ, പെരിന്തൽമണ്ണത്തെ ആൾക്കാർ കൂടി കേരളത്തിന് സ്മാരകം ഉണ്ടാക്കുന്ന ഒരു ഭാഗത്ത് പറയുന്നു, മറ്റേ BJP-കാരും കോൺഗ്രസ്സുകാരും പിന്നെ അത്രയ്ക്ക് ആ വിഷയത്തിൽ ഈ വിഷയങ്ങളിലൊന്നും അത്ര താല്പര്യമല്ലാത്തതുകൊണ്ട് അവർ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ആൻ്റണി ഗവൺമെൻറ് വന്നപ്പോൾ അവർക്കും അപേക്ഷ കൊടുത്തിരുന്നു. അവരും ഒരു മറുപടി അയക്കും, ഒരു അപേക്ഷ കൊടുത്തൊരു കാർഡ് അയക്കുമല്ലോ, നിങ്ങളുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് എൻ്റെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. ഇപ്പം ഞരളത്ത് രാമപൊതുവാൾ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ പ്രചരിപ്പിക്കുന്നതിനൊരു സ്മാരകമൊന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകം തന്നെയാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ. ഞാനിപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അത്തരത്തിൽ ഒരു സ്മാരകം, പിന്നെ അദ്ദേഹം പാടിയ പാട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതവും മലയാളിയുടെ ഹൃദയത്തിലുണ്ട്. അതിന് കെട്ടിടങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതിമ കൊണ്ടോ സ്മാരകത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ സമയത്തും കേരളീയമായ സംഗീത രൂപങ്ങളെക്കുറിച്ച് മലയാളിക്ക് വലിയ ധാരണകളില്ല. എല്ലാവരും ക്ഷേത്രം കേന്ദ്രീകരിച്ച കലകൾ മാത്രമാണ് കല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോഴും അങ്ങനെയാണ്. അതൊക്കെ വലിയ വിഷയങ്ങളാണ് അക്കാദമികളിലും മറ്റും. ക്ഷേത്രകലകളാണ് ഉദാത്ത കലകൾ. മറ്റത് മുസ്ലിങ്ങളുടെ കലകളും ക്രിസ്ത്യാനികളുടെ കലകളും മറ്റ് ദളിതരുടെ കലകളും ഒന്നും കേരളീയ കല എന്ന നിലയ്ക്കുള്ള ഒരു പദവിയിലേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കേരള കലാമണ്ഡലത്തിലെ ഒപ്പനയും കോൽക്കളിയും പഠിപ്പിക്കാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിലേ നടത്തുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ അച്ഛൻ്റെ പേരുപയോഗിച്ച് കേരളീയമായ പാട്ടുരൂപങ്ങളുടെയെങ്കിലും സംരക്ഷണത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു കേന്ദ്രം വേണമല്ലോ, ഒരു ചെറിയൊരു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാത്തിനും വേണമല്ലോ. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരായ സോപാന ഗായകരുടെയെങ്കിലും അവസാനത്തെ ആലാപന ശൈലികൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു സ്മാരകത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനം. അതിന് തന്നെ അന്നത്തെ കാലത്ത് ഒരു 6-7 ലക്ഷം രൂപ വേണം. പക്ഷേ കുറേ കഴിഞ്ഞ് ഞാൻ എല്ലാ വീടുകളിലും പോയി അന്ന് ജീവിച്ചിരുന്ന എല്ലാവരുടെയും വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ പൈസ അതിൽ ഒരുപാട് ആളുകൾ എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എപ്പോഴും ഞാൻ പ്രതികരിക്കുമ്പോൾ സംവാദത്തിന് വേണ്ടിയാണ് ഒരു കാര്യം വന്നത്. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ 12 കൊല്ലം ഇവരെന്നെ പറഞ്ഞ് പറ്റിച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനി അച്ഛൻ്റെ ഇടയ്ക്ക ലേലം ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് ഞാൻ എന്ന് പറയുമ്പോഴേക്കും അവൻ അച്ഛൻ്റെ ഇടയ്ക്ക വിറ്റ് തിന്നുന്നായി. അഴീക്കോട് മാഷ് വെറുതെ മൂപ്പർ പിന്നെ എന്ത് കേട്ടാലും പ്രതികരിക്കുന്ന ഒരാളാണല്ലോ. മാഷ്ക്ക് ഞാൻ കത്തയച്ചു, മാഷ് ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ ഇടപെടുന്നതിന് മുമ്പൊന്ന് കൂടി ആലോചിക്കേണ്ടത്. എൻ്റെ പ്രശ്നം ഇതാണ്, അതിനൊരു 7 ലക്ഷം രൂപ ഇപ്പോൾ ചിലവുണ്ട്, അതിലേക്കൊരു പകുതി പൈസയെങ്കിലും മാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം, അല്ലെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് വന്ന് കൊടുക്കാനുള്ള ആളെ ഏർപ്പാട് ചെയ്യണം. അതല്ലെങ്കിൽ മാഷ് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടരുത് പറഞ്ഞു. പിന്നെ മുപ്പരും മിണ്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രം, ലോകത്തിലെ വാദ്യം പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രം സ്ഥാപിച്ച ആളാണ് ഞാൻ. അത് അങ്ങാടിപ്പുറത്ത് അച്ഛൻ്റെ ഞരളത്ത് കലാശ്രമത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർ ഇപ്പോഴും പറഞ്ഞത് ഓൻ അച്ഛൻ്റെ ഇടയ്ക്ക് വിറ്റ് തിന്നവനാണെന്നാണ്. അപ്പോൾ പിന്നെ ഈ വിവാദങ്ങൾ ഞാനുണ്ടാക്കുന്നതല്ല. ഞാൻ സംവാദത്തിന് വേണ്ടി പറയുന്ന വിഷയങ്ങളെല്ലാം വിവാദമാക്കുന്നത് ഒരാൾക്ക് ഒരാളുടെ പ്രയാസത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അവർ അതിനുവേണ്ടി പണിയെടുക്കണം. നേരെ മറിച്ച് ഒരാളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്.
ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ഇവിടുത്തെ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ അതല്ലെങ്കിൽ CPM-കാരനോ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കെങ്കിലും വന്ന് ചോദിക്കാം, എന്താ അപ്പു എന്നെ അപ്പു എന്ന് വിളിക്കാം, എന്താണോ നിൻ്റെ പ്രശ്നം, ഇങ്ങനെ കേൾക്കുന്നുണ്ട്, മാധ്യമങ്ങളിലൊക്കെ കണ്ടു, നമുക്ക് പരിഹരിക്കാവുന്നതാണല്ലോ. കുമ്മനം രാജശേഖരൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്തുള്ള BJP-കാരനും RSS-കാരും വന്നിട്ടില്ല. അവരാണല്ലോ വലിയ ക്ഷേത്രകലേൻ്റെ വലിയ മൊത്ത കച്ചവടക്കാരായിട്ട് മുമ്പിൽ നിൽക്കുന്നത്, ക്ഷേത്ര സംസ്കാരത്തിൻ്റെ, കലയുടെ അല്ല. അപ്പോൾ താങ്കളുടെ ഈ ഒരു മാറ്റത്തിന് ഒരു കലാകാരൻ മാറി എന്നത് മാത്രമല്ല, മുസ്ലിം ലീഗിലേക്ക് മാറി, ആ പാർട്ടിയിലേക്ക് മാറി എന്നല്ല, താങ്കൾക്ക് 2-3 ഇമേജുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് വേദികളിലും ഇടതുപക്ഷ വേദികളിലൊക്കെ താങ്കൾ സജീവമായിരുന്നു. ഇടക്കാലത്ത് താങ്കൾ സംഘി എന്ന് തന്നെ മുദ്രകുത്തപ്പെട്ടു. സംഘപരിവാറിൻ്റെ പാളയത്തിൽ എത്തിപ്പെട്ട ഒരാൾ തന്നെ എത്തിപ്പെട്ടു. അവിടെ നിന്ന് കൂടി ലീഗിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാറ്റം കുറച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് അനുഭവപ്പെടില്ലേ? ഇതൊരു മന്ത്, ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലേക്ക് മാറിയതേ ആയിരിക്കും. അല്ല, മുസ്ലിം ലീഗിലേക്ക് വരുന്ന സാഹചര്യം, ഞാൻ ഇതിനു മുമ്പ് പലരും പറയുന്നുണ്ടാവും, പണ്ട് സഖാവായിരുന്നു, പിന്നെ സംഖ്യയായി. അവിടെയൊന്നും ഞാനൊരു പ്രസ്ഥാനത്തിലും അംഗമായിട്ട് അവരുടെ നാക്കായിട്ടോ അവരുടെ ആളായിട്ടോ നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയില്ലാത്ത രീതിയിൽ എൻ്റെ വിപ്ലവകരമായ നിലപാടുകൾ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് വേദികൾ തന്നു. അത് സത്യം തന്നെയാണ്. ഇടതുപക്ഷ വേദികളിൽ ഞാൻ സജീവമാകുന്ന സമയത്ത് ഇടതുപക്ഷക്കാരുടെ കൊള്ളരുതായികകൾ TP വധത്തിന് ശേഷം എനിക്ക് അംഗീകരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ ഇടതുപക്ഷത്തോട് പതുക്കെ വിയോജിച്ചു തുടങ്ങിയത്. കാരണം എന്ത് പുരോഗമനം പറഞ്ഞാലും എന്ത് മനുഷ്യത്വം പറഞ്ഞാലും TP വധം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ LDF-കാർ പോലും പൂർണ്ണമായിട്ടും അംഗീകരിക്കാത്തൊരു സംഗതിയാണ്. അത് സത്യമാണ്. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അപ്പോൾ TP ചന്ദ്രശേഖരനെ വധിച്ചതിൻ്റെ പ്രതിഷേധ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോകുന്നതോടുകൂടി സഖാക്കൾക്ക് ഞാനൊരു നോട്ടപ്പുള്ളിയായി. അന്ന് ഞാൻ സ്വന്തമായിട്ടൊരു കവിത എഴുതിയിട്ടാണ് ആ പ്രതിഷേധത്തിൽ പാടുന്നത്. കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ, ഒന്നു തീർത്താലൊരായിരം പിന്നെയും കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. വിറ്റു തിന്നുവാൻ നാടിനെ നൽകാത്ത കുറ്റമല്ലയോ TPക്ക് യോഗ്യത. ഇങ്ങനെയുള്ള വരികൾ വളരെ ഒരു അരമണിക്കൂർ കൊണ്ട് രചിച്ച വരികളാണ്. കാരണം അത്രമാത്രം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കൊലപാതകം. അപ്പോൾ അതോടുകൂടി CPM-കാർക്ക് പിന്നെ അവരുടെ ആശ്രിതരായിട്ട് നിൽക്കുന്നവരെ അവർക്ക് ഇഷ്ടപ്പെടും, ചോദ്യം ചെയ്യുന്നവരെ ഒരിക്കലും CPM അംഗീകരിച്ചിട്ടില്ല, പിണറായി വിജയനും അംഗീകരിച്ചിട്ടില്ല. ആ പാർട്ടി അങ്ങനെയാണ്. ആത്മവിമർശനം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് വിമർശിച്ചാലും അതെ, പരസ്യമായിട്ട് വിമർശിച്ചാലും അതെ. അസഹിഷ്ണുത സംഘപരിവാറിനാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അസഹിഷ്ണുത ഏറ്റവും കൂടുതലുള്ളത് CPM-നാണ്. അപ്പോൾ LDF-ൻ്റെ CPI-ക്ക് അത്രയ്ക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ നല്ല ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ സുനിലേട്ടൻ, അവര് പ്രസാദ് മിനിസ്റ്റർ, ഇവരൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. VS സുനിൽകുമാർ, അത്തരത്തിലുള്ള കുറേ സംഗതികൾ വന്നപ്പോൾ അവർക്കെന്നെ പിടിക്കാണ്ടായി. മാത്രമല്ല, ഞാൻ കോഴിക്കോട് നമ്മുടെ കുളത്തൂർ ചിദാനന്ദപുരി സ്വാമിജി, അദ്ദേഹം സന്യാസിമാർക്കിടയിൽ ഏറെക്കുറെ സാത്വികതയും മറ്റ് സമുദായങ്ങളുമായും മറ്റ് ആളുകളുമായിട്ടും സംഘർഷത്തിന് ഉള്ള സാധ്യത സൃഷ്ടിക്കാത്ത കുറച്ച് ഉദാത്തതയുള്ളൊരു സന്യാസിയാണ് അദ്ദേഹം. എന്നെ ഹരി ഇങ്ങനെ കോഴിക്കോടൊരു പരിപാടി കടപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒന്ന് പാടാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ഇന്നും ഇഷ്ടമാണ്, അന്നും ഇഷ്ടമാണ്. അദ്ദേഹത്തിൽ എനിക്ക് പ്രതീക്ഷയുള്ളൂ. കേരളത്തിലാകെ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് സ്നേഹം തോന്നുന്ന ഒരേ ഒരു സന്യാസി അദ്ദേഹമാണ്. ബാക്കിയെല്ലാം ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കലും പൈസ പിരിക്കലും സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കലൊക്കെയാണ് അവരുടെ പരിപാടി. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പാടാൻ പോയതിന് കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന് ഇവൻ ഇന്നലെ മാനവ സംഗമത്തിൽ തൃശ്ശൂരിൽ പങ്കെടുത്ത ആൾ ഇന്നതാ സംഘികളുടെ വേദിയിൽ എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത വിമർശനം ഉന്നയിച്ചു. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് ജീവിക്കുന്ന ഒരു കലാകാരനാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം വേണ്ടി പാടാൻ പോകാനെന്നുള്ള ബാധ്യത എനിക്കില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് പാടിയതെന്ന് ആരും നോക്കുന്നില്ല. ഈ സന്യാസി സംഗമത്തിൽ ചെന്നിട്ട് ഞാൻ പോയി എന്ന് മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. വന്ദേ മാതരമാണ് പാടിയത്, അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കൃതിയാണ് എന്ന് വെച്ച് ഇവിടുത്തെ എല്ലാ ഇസ്ലാം മത വിശ്വാസികളും അത് പാടാൻ നിർബന്ധിക്കുന്നതിന് ഞാൻ എതിരുമാണ്. അത്തരത്തിൽ ഈ പറയുന്ന സന്യാസി സംഗമത്തിൽ പോയതിന് വലിയ വിമർശനം വന്നതോടുകൂടി കുറേ സംഘികൾ എന്നെ കുറച്ചൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. ഇയാൾ സംഘപരിവാറിൻ്റെ വേദിയിലും വരാം, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും വരുമല്ലേ, ഇവർ വിളിച്ചിട്ടില്ല നേരത്തെ, അതുകൊണ്ട് ഞാൻ നേരത്തെ പോയിട്ടില്ല, അവർ വിളിക്കണ്ടേ. അത്തരത്തിൽ കുറച്ച് സംഘപരിവാറിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഞാൻ പെരുമാറുന്നു എന്ന തോന്നൽ അവർക്കുണ്ടായപ്പോൾ അവരുടെ വേദികളിൽ കുറച്ച് അവസരങ്ങളൊക്കെ തന്നു. പാടാൻ വിളിച്ചാലും വരെയൊക്കെ പൈസയും തരില്ല. അതിപ്പോൾ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ വലിയ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഭേദം എന്താ പറയുക, അന്നും ഞാൻ ലീഗുകാരെന്നെ പരിപാടിക്ക് വിളിക്കാറുണ്ടായിരുന്നു ആ കാലത്തും. അപ്പോൾ അച്ഛൻ്റെ സ്മാരകം 2009 2010 ഉണ്ടാക്കുന്ന സമയത്തും ഞാനത്
അന്ന് LDFും UDFും എന്നെ സഹായിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ രണ്ട് കൂട്ടരും മാറി നിൽക്കുമ്പോഴും മലപ്പുറം ജില്ലയിലാണല്ലോ ഈ സ്ഥാപനം. അപ്പോൾ ഞാൻ അതെ എന്ത് അതെ വിചാരിച്ചു, അബ്ദുൾ സമദ് സമദാനിയെ കൊണ്ടത് ഉദ്ഘാടനം ചെയ്യിക്കണം. ഞാനൊന്നും കരുതുന്നില്ല, അത് ലീഗുകാരനാണെന്ന് ഒന്നും ആലോചിക്കുന്നില്ല. അദ്ദേഹം നല്ല പ്രഭാഷകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പല വിമർശനങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു യോഗ്യതയുള്ള ഒരാൾ വേറെ ഇല്ലാത്തത് കൊണ്ടും മലപ്പുറം ജില്ലയുടെ എല്ലാ നന്മകളും അനുഭവിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അതെ അതെ അപ്പോൾ ആ രണ്ടർത്ഥത്തിലും സമദാനി സാഹിബാണ് അത് ഒരു തൈ നട്ടുകൊണ്ട് കലാശ്രമം ഉദ്ഘാടനം ചെയ്തത്. എന്താണെന്നറിയില്ല, അതുവരെയും എല്ലാവരും തള്ളി പറഞ്ഞു, 10 പൈസ തന്നിട്ടില്ല, ഞാനടുത്തും പിരിവിനും പോയിട്ടില്ല. പക്ഷേ കുറച്ച് 1-2 സുഹൃത്തുക്കൾ, ഈ ഒരു പരിചയമില്ലാത്ത 1-2 പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ കലാശ്രമ നിർമ്മാണത്തിൻ്റെ 3.25 ലക്ഷത്തോളം രൂപ അയച്ചു തരികയോ നേരിട്ട് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 36 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നു. ഈ 3 ലക്ഷം രൂപയ്ക്ക് ശേഷം പിന്നെ ആ ഫ്ലോ നിന്നു. എല്ലാവരും മുടക്കുന്നുണ്ടായിരുന്നു പിന്നീട്. എന്തായാലും ഞാൻ സ്വന്തമായി കല്ലും മണ്ണും ചുവന്ന് പാടാൻ പോയി കിട്ടിയ പൈസ മുഴുവൻ ഉപയോഗിച്ച് കലാശ്രമത്തിൻ്റെ ഉദ്ഘാടനം എത്തി. ഉദ്ഘാടനത്തിൽ അദ്ദേഹം വന്ന് തൈ നട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വി ശശികുമാർ MLA അവിടെ പോകാൻ പാടില്ല എന്നിട്ട് പാർട്ടി പുള്ളിയെ വിലക്കുന്നു. പക്ഷേ പുള്ളി അവസാന നിമിഷം അവിടെ ആൾ കൂടിയിട്ടുണ്ട് കണ്ടപ്പോൾ മൂപ്പര് വരാൻ നിർബന്ധിതനാകുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കദമ്പൻ നമ്പൂതിരിപ്പാടിനോടാണ് അവിടുത്തെ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഐക്കൺ. അതാണ് അതാ ഇടയ്ക്ക് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിന് നമ്പൂരി ആയതുകൊണ്ടല്ല, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം തൂക്കിയിടട്ടെ, ഇനി അവർ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് പറയാൻ പാടില്ലോ. ഈ ചങ്ങാതി വന്നതേ ഇല്ല, വരില്ല എന്ന് വിളിച്ച് പറഞ്ഞില്ല, അത്ര അമാന്യമായി പെരുമാറി. അന്ന് മുതൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സംഘപരിവാറിന് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയെ വിമർശിച്ചു എന്നും പറഞ്ഞിട്ട് MA ബേബിയെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാദേശിക കമ്മ്യൂണിസ്റ്റുകൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ കമ്മ്യൂണിസത്തോട് കുറേശ്ശെ അകന്നു തുടങ്ങിയിരുന്നു. ആദ്യമേ കുറേശ്ശെ അടങ്ങി അവർ ദ്രോഹം നിരന്തരം തുടർന്നു. ഒരു കാര്യമില്ലാത്ത വളരെ വളരെ മോശമായ ദ്രോഹം തുടർന്നു. അന്ന് എന്നെ ദ്രോഹിക്കാൻ മുമ്പിൽ നിന്ന് ആരും തന്നെ ഇന്ന് അവിടുത്തെ പ്രാദേശിക CPM-ൽ മനസ്സിലായില്ലേ? അവരൊക്കെ വേറെ പാർട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ പാർട്ടി അവരെ പുറത്താക്കി, അങ്ങനത്തെ പലതുണ്ട്. ഇതിൻ്റെ പേരിലല്ല കേട്ടോ. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അജണ്ട സെറ്റ് ചെയ്തിട്ട് എന്നെ ഉപദ്രവിച്ചതല്ല. പക്ഷേ ഇത്തരത്തിൽ ഉപദ്രവിക്കുമ്പോഴും ഹരിയെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ സംസ്ഥാന പാർട്ടിയോ തയ്യാറായില്ല. അവരുടെ അസഹിഷ്ണുത കൊണ്ടാണ്. ഞാൻ ഭരണകൂടത്തെയാണ് വിമർശിച്ചത്, LDFനെയും അല്ല. അന്ന് ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായിരുന്നാലും അതിൽ കുറേ തമാശകളുണ്ടായി. അപ്പോൾ എപ്പോഴും കലഹിക്കേണ്ടുന്ന സന്ദർഭം ഈ സമൂഹം എനിക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു മിണ്ടാതെ എന്ത് സംഗതി ഉണ്ടായാലും സഹിച്ച് മിണ്ടാതിരിക്കുന്ന ആളുകളാണ് എൻ്റെ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം. അപ്പോൾ അവരൊക്കെ നല്ലവരാണ്, ശബ്ദിക്കുന്നവൻ മോശക്കാരനാണ്. അങ്ങനെ വളരെ മോശപ്പെട്ട കുറേ പ്രചാരണങ്ങൾ അവർ നടത്തി. കാരണം അത് CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയാണത്. അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ പെണ്ണ് വിഷയം ആരോപിക്കുക, സാമ്പത്തിക അഴിമതി ആരോപിക്കുക, മദ്യപാനിയാണെന്ന് പറയുക, അതല്ലെങ്കിൽ വർഗീയത പറയുക, വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കുക. ഇത്തരത്തിലുള്ള 4 ആയുധങ്ങളാണ് ആശയപരമായി നേരിടാൻ കഴിയാത്ത, തൻ്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷം പ്രയോഗിക്കുന്ന ഒരു വലിയ ആയുധം അതാണ്. അതുതന്നെയാണ് സംഘികൾ ഉപയോഗിക്കുന്നത്. ഇവർ 2 പേര് ഉപയോഗിക്കുന്ന ആയുധം ഒന്നാണ്. എന്നാലും ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ അങ്ങനെ ചെയ്യില്ല. വ്യക്തിപരവും പ്രാദേശികപരവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചിട്ട് ഒരു കേരള സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന താങ്കളെ പോലുള്ള ആളുകൾ അതിലേക്കാണ് ഞാൻ താങ്കൾ അതിനിടയിൽ പറഞ്ഞു സർവതന്ത്ര സ്വതന്ത്രനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയിലേക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം താങ്കൾ കിട്ടുമോ? അങ്ങനെ പ്രവർത്തിച്ചിട്ട് ഞാൻ പല വേദികളിലും ആരുടെ ജാതി മതം രാഷ്ട്രീയം നോക്കാണ്ട് പോയി പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 45-ാം വയസ്സിൽ ഞാൻ ഈ കലാരൂപം പബ്ലിക്കായിട്ട് അവതരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നു. കാരണം ഇതൊരു 2-3 സമുദായങ്ങളുടെ മാത്രം അവകാശത്തിൽപ്പെട്ടതാണെന്ന് സ്ഥാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്ന് ഇതിനെ മോചിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന പാട്ടുകാരൊക്കെ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയി പാട്ട് കേട്ടിട്ടല്ല. ഞാൻ ഈ കാട്ടിലും വീട്ടിലും റോട്ടിലൊക്കെ പോയി പാടുന്നു, ചാനലിൽ പാടുന്നു. ഞാൻ തന്നെ മറ്റുള്ള ആളുകളുടെ നമ്പർ കൊടുത്ത് ദൂരദർശൻ്റെ എവിടെയൊക്കെ അവരെ വിളിപ്പിക്കാൻ അവിടുത്തെ പ്രൊഡ്യൂസർമാരോട് പറയുന്നു. ഞാൻ മാത്രമല്ല പാട്ടുകാരനെന്ന് പറയുന്നത്. അങ്ങനെ ഈ കലാരൂപം ജനകീയമായി വന്നു. എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ള ആളുകൾ പാടട്ടെ, 45-ാം വയസ്സിൽ ഞാൻ പൊതുവേദി അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എടപ്പാളിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തുകയും അതുപ്രകാരം ഞാൻ കുറച്ച് സൈലൻ്റായിരിക്കുകയും ചെയ്ത സമയത്ത് ഈ കലാരൂപം വീണ്ടും ക്ഷേത്രത്തിലേക്കും പ്രത്യേക സമുദായത്തിൻ്റേത് മാത്രമാണെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലേക്കും ഇതിനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി കണ്ടു. അപ്പോൾ വീണ്ടും എന്നെ ആളുകൾ നിങ്ങളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നിട്ട് വിളിക്കാൻ തുടങ്ങി. ഞാൻ പോകാൻ നിർബന്ധിതനായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയെ അപഹസിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടന്നു.
ഞാൻ കുംഭമേളയിൽ പാടാൻ പോയ ഒരാളാണ്. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇത് സഹകരിച്ച് പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സമൂഹത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. കുറച്ച് വിശ്വാസികളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അവിടെ ചെന്നിട്ട് എനിക്കും വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് പാടാൻ പോയിട്ടുണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് എൻ്റെ പാട്ട് വേണം. പക്ഷേ ഇതിൻ്റെ മുഖ്യ സംഘാടകരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു കലാകാരനെ എന്ന നിലയ്ക്ക് മാനിക്കുന്ന രീതിയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് പോട്ടെ. അവിടെ അവിടുത്തെ പ്രാദേശികരായ ഇസ്ലാം മത വിശ്വാസികളാണ് കുംഭമേളയ്ക്ക് എല്ലാ സഹായവും ചെയ്തിട്ടുള്ളത്. അത് അവസാനം ആനന്ദവനം ഭാരതി സമ്മതിക്കേണ്ടി വന്നു. അവസാനം പറമ്പ് മറ്റേ പുഴ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നാരങ്ങവെള്ളം സംഭാരമായിട്ട് ചെന്നിരുന്നത് അവിടുത്തെ ഇസ്ലാം മത സഹോദരങ്ങളായിരുന്നു എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ പലരും അവിടെ വന്നിട്ട് ഈ കുംഭമേളയ്ക്ക് ആൾ കൂടിയത് കുംഭമേളയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടായിരുന്നില്ല. മറിച്ച് മലപ്പുറം ജില്ലയിൽ നമ്മളെ പരിപാടി നടത്താൻ ആരാണ് എതിര്, എന്നാൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ ശക്തി പ്രകടനമായിരുന്നു അത്. മറ്റൊന്ന് സജി ചെറിയാൻ, AK ബാലൻ, പിണറായി വിജയൻ ഹിന്ദുവിൻ്റെ എന്താ പറയുക അഭിമുഖത്തിൽ വരെ മലപ്പുറത്തെക്കുറിച്ചും അവിടുത്തെ സമുദായത്തെക്കുറിച്ചും അധിക്ഷേപിക്കുന്ന പല പ്രസ്താവനകൾ ആവർത്തിച്ച് വന്നു തുടങ്ങി. പിണറായി പക്ഷേ പിന്നീട് അത് തിരുത്തി. പിണറായി തിരുത്തിയത് എന്ത് നാടകമെന്നപ്പോൾ എല്ലാവർക്കും അറിയാലോ. അതിപ്പോൾ അയാളെ സ്ഥിരം പരിപാടിയല്ലേ. അത് ഞാനല്ല എന്ന് പറയും. പിടിക്കപ്പെട്ടത് ഞാനല്ല എന്ന് പറയുന്നത് അയാളുടെ സ്ഥിരം പരിപാടിയാണ്. അത് പോട്ടെ. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരത്തിൽ ആസൂത്രിതമായി സംഘപരിവാറും ഈ പറയുന്ന സഖാക്കളും ഒരുപോലെ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, എനിക്കിഷ്ടമുള്ളൊരു സമുദായമാണ്. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ സംഘപരിവാറിൻ്റെ വേദിയിൽ പോകുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഇവരുടെ ഒരു വിഷം കുത്തിവെക്കുന്നതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ സംഘപരിവാറിന്. നമ്മളറിയാതെ നമ്മളെ സംഖ്യയാക്കി കളയുകയോ അല്ലെങ്കിൽ മറ്റ് പരമത വിദ്വേഷം നമ്മളിൽ കുത്തി നിറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. വാട്സപ്പ് തുറന്ന മുഴുവൻ അതാണ്. അത്തരത്തിൽ എന്നെയും കുറച്ച് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രായശ്ചിത്തം കൂടിയാണ് വാസ്തവത്തിൽ ഞാൻ ലീഗിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് ഈ മുസ്ലിം ലീഗിലേക്ക് ഞാൻ ചേരുക എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകനാവുക എന്നതിലപ്പുറം ഇവിടെ ഇന്നിപ്പോൾ നിങ്ങളുടെ ക്യാമറക്കാർ വരണ സമയത്ത് ഞാനിവിടെ വിളക്ക് വെച്ച് എൻ്റെ ഗായത്രി ജപം നടത്തിക്കൊണ്ടിരിക്കുക. അവർ കണ്ടുമില്ലെന്ന് എനിക്കറിയില്ല. അത്തരത്തിൽ ഞാൻ എൻ്റെ ഉപാസന നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു സന്ദേശം നൽകലും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ മഹത്വത്തെ അവരല്ലാത്ത അനുഭവസ്ഥനായ ഒരാൾ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്ന എൻ്റെ കൃത്യമായ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്പസ്വല്പം ഞാൻ എൻ്റെ ഈ നേരത്തെ പറഞ്ഞ സർവതന്ത്ര സ്വതന്ത്രതയെ മാറ്റിവെക്കേണ്ടി വരും. ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് മാറ്റിവെക്കേണ്ടി വരും. അതിന് തയ്യാറായിട്ട് എനിക്കിപ്പോൾ 50 വയസ്സായി. എനിക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എൻ്റെ കലയുടെ സമീപനത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാരും പ്രത്യേകിച്ച് എന്നെ വളർത്താൻ വേണ്ടി പണിയെടുത്തില്ല. സംഘികൾ പറയും ഞങ്ങളാണ് അവൻ അവസരം കൊടുത്തതെന്ന് പറയും. അത് സഖാക്കൾ എന്നെ കൊണ്ട് നടന്ന സമയത്ത് ഞാൻ മാറിയതുകൊണ്ട് മാത്രം എനിക്ക് അവസരം തന്നതാണ്. സഖാക്കളാണ് എനിക്ക് അവസരം തന്നതിന് വളർത്തിയത് സഖാക്കൾ പറയും. സഖാക്കൾ എന്നെ വളർത്തിയതല്ല, ഞാനെടുത്ത രാഷ്ട്രീയ സമീപനം സഖാക്കൾ കൊണ്ടുപോയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്കൊക്കെ എട്ടുകാലി മമ്മൂഞ്ഞാവുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരിൽ ഒരാൾ പോലും ഒരു കൊലപാതക കേസിൽപ്പെട്ട നേതൃത്വം അവിടെ ഇല്ല. തങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകളിൽ അങ്ങനത്തെ ഒരാളെ കാണാൻ പറ്റില്ല. അവർ ചെയ്യുന്ന ഇപ്പോൾ ഇയാൾ കിറ്റ് കൊടുത്തു, സർക്കാരിൻ്റെ പൊതുഖജനാവിനെ പണം എടുത്തിട്ട് കിറ്റ് കൊടുത്തിട്ടും പെൻഷൻ കൊടുത്തിട്ടും പൈസ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നാണം കെട്ട സമീപനം എടുക്കുന്ന പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രവർത്തകർ കൊടുത്തിരിക്കുന്ന കിറ്റ് നോക്കിയാൽ അവർക്കിപ്പോൾ 2 സർക്കാർ ഉണ്ടാക്കാനുള്ള അത്രയും മാനവ സേവാ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം സർക്കാർ കൊടുത്ത വീടുകളിൽ ഇന്നിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് വരെ ആളുകൾക്ക് താമസിക്കാറായിട്ടില്ല. ലീഗ് കൊടുത്ത വീടുകളിൽ മനുഷ്യർ മാത്രമല്ല അവിടുത്തെ പുല്ലും മറ്റേ ചെടിയും പൂക്കളും കിളികളും പക്ഷികളും വരെ അവിടെ താമസം തുടങ്ങി. അങ്ങനെ ആത്മാർത്ഥമായി PR വർക്കിന് വേണ്ടി അല്ലാതെ അനവധി മാനവ സേവാ KMCC എന്നൊക്കെ പറയുന്നൊരു സംഘടനയുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ അല്ല, ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടത്. ഈ ഇത്തരത്തിൽ അനവധി മാനവ സേവാ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ ചെയ്യുകയും അത് പബ്ലിസിറ്റിക്കോ വോട്ടിനോ വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അത്യുദാത്തമായൊരു സമീപനം ലീഗിന് പണ്ടേ ഉണ്ട്, അത് ഇന്നുണ്ട്. മാത്രമല്ല അനവധി സംഘർഷ സാധ്യതകൾ ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം ഈ പാണക്കാട് തങ്ങൾ കുടുംബം ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം മുതൽക്ക് തന്നെ അത് പ്രത്യക്ഷത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങാടിപ്പുറം തളിക്ഷേത്രം, എൻ്റെ ജന്മനാടായിട്ടുള്ള അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിയ സമയത്ത് ഒരു സംഘർഷമാവാതിരിക്കാൻ വേണ്ടി ആ കേസൊന്നും തെളിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആരാ പ്രതി എന്നുള്ളത് പോലീസിനറിയാം. അത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ല, അത് പോലീസിനറിയാം. അത് അങ്ങനെ വെച്ചിരിക്കുന്നത് പോലും എന്താ പറയുക, സംഘപരിവാറിന് എല്ലാ കാലത്തേക്കും അതൊരു കളങ്കമാവണ്ട എന്ന് കരുതിയിട്ടാവാം എന്ന് ഞാൻ കരുതുന്നു. കാരണം പ്രത്യക്ഷത്തിൽ സംഘപരിവാർ അനുകൂലികളല്ല, മുസ്ലിങ്ങളും അല്ല, ക്രിസ്ത്യാനികളും അല്ലാത്ത കുറച്ച് സ്വാർത്ഥരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല ആരാ ചെയ്തതെന്ന്, തെളിഞ്ഞിട്ടില്ല. അത്തരത്തിൽ അനവധി തരത്തിലൊരു സമുദായത്തെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാര്യത്തിൽ സംഘപരിവാർ മാത്രമല്ല
സഖാക്കളും മത്സരിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് ആണ് ഞാൻ ഈ ആ സമുദായത്തിന് മൊത്തത്തിൽ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും അവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചവും അവരുടെ അവർ പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ അവരെ കൂടെ പോവാതെ ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിച്ച ആളുകളും കൂടിയാണ്. അത് ആലോചിക്കണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. അത്തരത്തിൽ ഈ രാജ്യത്തെ സ്നേഹിച്ച് ഇവിടെ നിന്ന മനുഷ്യരെ അനാവശ്യമായി ഇങ്ങനെ എന്താ പറയുക, ടാർണിഷ് ചെയ്യുന്ന തരത്തിൽ സഖാക്കളും ഈ സംഘപരിവാറിൻ്റെ ആളുകൾ പറയുമ്പോൾ സഖാക്കളും അതിന് കൂട്ടു നിൽക്കുക, സഖാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തോന്നിയ ദിവസം പറയുമ്പോൾ തിരുത്താതിരിക്കുക. വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന സമയത്ത് കാറിൽ കൊണ്ട് നടക്കുന്ന പിണറായി വിജയൻ പറയണ്ടേ അത് ശരിയല്ല എന്ന് പറയണ്ടേ? അത്തരത്തിൽ യാതൊരു തിരുത്തലുകളുമില്ലാതെ ഇത് ആസ്വദിച്ച് മുന്നോട്ട് പോവുക. കാര്യസാധ്യത്തിന് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെ ഇവിടുത്തെ സഖാക്കൾക്ക് വേണം. ഏറെക്കുറെ സംഘപരിവാറും അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിൽ, അവരുടെ പണവും മറ്റു കാര്യങ്ങളൊക്കെ. എന്നാൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്ക് പിന്തുണ നൽകുന്നതിന് ഇവർ തയ്യാറല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളായിപ്പോയി എന്നുള്ളത് കൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരു പാർട്ടി, ഒരു പുരോഗമന പ്രസ്ഥാനം അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനമായിട്ടുള്ള CPM. എന്നാൽ ആ പാർട്ടിക്കകത്ത് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഞാൻ ഈ അഭിമുഖത്തിൽ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. അവർ വോട്ടിനും നിങ്ങളുടെ പണത്തിനും വേണ്ടി മാത്രമാണ് നിങ്ങളെ കൂടെ നിർത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു സ്നേഹം ആ പാർട്ടിക്കില്ല. അവർ ചതിയന്മാരാണ്. അത് വളരെ വ്യക്തമായി പലപ്പോഴും നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. ഇവിടെ പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് ഭാഗത്തൊക്കെ ഈ CITയിലൊക്കെ പ്രവർത്തിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് വരാതെ അവർ അടിച്ചൊതുക്കുന്നതാണ്. മനസ്സിലായില്ലേ? പാർട്ടി ഒരു ഹൈന്ദവ എന്താ പറയുക സവർണ മനോഭാവത്തിലാണ് ഇപ്പോഴും പാർട്ടി ഒരു സംഘപരിവാറിൻ്റെ ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്നിൽ വല്ലാത്ത ഒരു ഭയമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇവിടെ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായതുകൊണ്ടല്ല. അപ്പുറത്ത് ഞാൻ വലിയ ദുരന്തം കാണുന്നുണ്ട്. ഒരു കലാകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സാമൂഹ്യ ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് അതിനെ പരമാവധി തടയിടുന്നതിന് വേണ്ടുന്ന ഏത് ആത്മഹത്യാപരമായ തീരുമാനങ്ങളും എടുക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് കലാകാരൻ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ തന്നെ ഞാൻ പണ്ടേ ഒരു 10-12 കൊല്ലം മുമ്പേ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിലെ ചേരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് എല്ലാം കഴിഞ്ഞൊരു പാർട്ടി ആയതുകൊണ്ടല്ല, മറിച്ച് ഒരുപാട് മറ്റാർക്കും ഇല്ലാത്ത ഒരുപാട് സവിശേഷതകൾ അവശേഷിക്കുന്ന ഒരേ ഒരു ഇന്ത്യയിലെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളിപ്പോൾ പറഞ്ഞു മുസ്ലിം ഐക്യദാർഢ്യം എന്ന രീതിയിൽ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ട് ഇസ്ലാമോഫോബിയ. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന കാലം തൊട്ട് മലപ്പുറത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് താനും. ഇപ്പോൾ ആ മുസ്ലിം ഐക്യദാർഢ്യം രേഖപ്പെടുത്താനാണെങ്കിൽ അവരോടൊപ്പം നിൽക്കണമാണെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ വേണമെന്നില്ല. കാരണം മുസ്ലിം ലീഗ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിങ്ങളുണ്ട്. വലിയ മഹാന്മാരായ നേതാക്കന്മാർ മുസ്ലിം ലീഗിന് പുറത്ത് ഉള്ള മുസ്ലിം നേതാക്കന്മാർ ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിലേക്ക് തന്നെ പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ്, മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. വ്യക്തിപരമായി ഒരുപാട് സ്നേഹം തന്നിട്ടുള്ളൊരു പാർട്ടിയാണത്. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആദ്യമായി ഞെരളത്തുരാമപുഴ സ്മാരകത്തിലേക്ക് 10,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മങ്കടമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അവിടേക്കുള്ള റോഡ് നിർമ്മാണം അവിടുത്തെ സഖാക്കൾ വന്ന് തടഞ്ഞ സമയത്ത് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗ് ഭരിക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മുന്നിൽ വന്ന് നിന്നിട്ട് ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം അവിടേക്കുള്ള റോഡ് നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പിന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നേരനുഭവം എനിക്കുള്ളത് കൊണ്ട് എൻ്റെ ജില്ലയിൽ അത്രയും അടുത്ത് ഇങ്ങനെയൊരു സംഘടന ഉള്ളപ്പോൾ ഞാൻ മറ്റേതെങ്കിലും സംഘടനയിൽ പോയി ചേരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പുറത്ത് നിന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ച പോലെ ഇത് അത്രയും എന്താ പറയുക അടിയന്തര സാഹചര്യമാണിപ്പോൾ. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന രീതിയിലുള്ളൊരു കളി കളിക്കുമ്പോൾ അതിൽ എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ട്. നേരെ മറിച്ച് ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതിലൊരു ഉറപ്പുണ്ട്, അവർക്കും ഒരു ഉറപ്പുണ്ട്. ഇതാ ഞങ്ങളെ സ്നേഹിക്കാൻ ഇവിടെ കുറച്ച് മനുഷ്യരുണ്ട്, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലാതെ ഇത്തരത്തിൽ അവരവരുടെ മതവിശ്വാസമോ അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസമോ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസമോ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അത് വെറും ഒരാൾ പോയിട്ട് പാർട്ടിയിൽ ചേരുന്നത് പോലെയല്ല. ഞാൻ ചേരുന്ന സമയത്ത് അത് ആ പാർട്ടിയിലുള്ള ഒരുപാട് മനുഷ്യരുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കുകയും അതോടൊപ്പം തന്നെ അവരെ തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വലിയ ചർച്ചകൾക്ക് വഴിയാവുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. ആ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ. താങ്കളെ എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് താങ്കളെയും ആവശ്യമുണ്ട്.
ഉദാഹരണത്തിന് ഒരിക്കലുമില്ല. ഇല്ല, ഞാൻ ഉദാഹരണത്തിന് അങ്ങോട്ടാണ്. ഞാൻ പറയാതിരി, കാരണം താങ്കളുടെ ഈ ഒരു ഭക്തി പശ്ചാത്തലം, ക്ഷേത്ര പശ്ചാത്തലം, മതപശ്ചാത്തലം, താങ്കളുടെ ഈ കുറി ഒരു ഹിന്ദു എന്റേത് മതം, എന്റെ മതത്തിൻ്റെതായിട്ട് പറയുകയും ചെയ്യരുത്. അല്ല, ഞാൻ പറയുന്നത് സംഘപരിവാറിന് ആവശ്യം ഉണ്ടായിരുന്ന ഇതൊക്കെ തന്നെയാണ്. താങ്കളുടെ ഈ ഒരു ക്ഷേത്ര പശ്ചാത്തലം, കൃഷ്ണസ്തുതികൾ, രാമസ്തുതികൾ, ദൈവസ്തുതികൾ, അതുമായി ബന്ധപ്പെട്ട ഗാനാലാപന രീതികൾ ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് വരുന്നു, ഭക്തി സംസ്കാരത്തിൽ നിന്ന് വരുന്നു. അതിൽ നിന്നൊക്കെ വരുന്ന ഒരാളെ രീതിയിൽ സംഘപരിവാറിന് പ്രിയപ്പെട്ടു. ഇതേ ചിഹ്നങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നത്. കാരണം ലീഗ് എന്ന പാർട്ടിക്ക് ലഭിക്കാവുന്ന ഒരു മതേതര മാനവും കൂടി ഉണ്ടല്ലോ. അല്ല, ലീഗിന്റെ മതേതര മാനം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്നെ പോലെ ഒരാളുടെ ആവശ്യമില്ല. കാരണം ലീഗ് നടത്തുന്ന എല്ലാ പ്രവർത്തനവും, ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മാരകമായി തുടങ്ങിയ ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്. 10,000-ലധികം വീടുകൾ കൊടുത്തതിൽ 3,000-ഓളം വീടുകൾ അമുസ്ലിങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ അവർ മതേതരത്വം കാണിക്കാനെന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. അതേപോലെ അവർ കൊടുക്കുന്ന റമദാൻ കിറ്റ് കൊടുക്കുന്ന കാര്യത്തിലാവട്ടെ, സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, KMCCയുടെ പ്രവർത്തനത്തിലാവട്ടെ, ഗൾഫിലൊക്കെ എത്രയോ ഹിന്ദു വിഭാഗം KMCCയുടെ സേവനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്രയോ കാലങ്ങളായിട്ട്. അവർ മതേതരമാണ്, അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എത്രയോ പ്രവർത്തനങ്ങളിൽ അത് ഇപ്പം തന്നെ വയനാട്ടിൽ കൊടുത്ത വീടുകളിൽ എത്ര മുസ്ലിങ്ങൾക്ക് വീട് കിട്ടിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. അതിനൊന്നും ഒരു പ്രത്യേകമായിട്ട് ഞങ്ങളിതാ മുസ്ലിങ്ങളല്ലാത്തവർക്കും വീട് കൊടുത്തു എന്നിട്ട് ഒരു PR വർക്കും ഈ നാണം കെട്ട ഇപ്പോഴത്തെ സർക്കാരിനെ പോലെ ചെയ്തിട്ടില്ല. അവർ പൊതുപണം എടുത്തിട്ടില്ല, അവരുടെ പ്രവർത്തകർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ പുറത്തുനിന്ന് പണം പിരിച്ചിട്ടില്ല, അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ മാത്രമേ പണം പിരിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ അത്ഭുതകരമായ മതേതര പ്രവർത്തനങ്ങൾ വാക്കിലല്ലാതെ പ്രവൃത്തിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ ചെന്നിട്ട് വേണ്ട മതേതരം കാണിക്കാൻ. ഞാൻ ചെല്ലുന്നതോടുകൂടി അവർക്ക് എന്താ പറയുക, ഇല്ല ഇവിടെ സ്നേഹം അസ്തമിച്ചിട്ടില്ല, ഇവിടെ ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്ക് പ്രത്യക്ഷത്തിൽ അതിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്, ഭയം കൊണ്ട് ചെയ്യാത്തതാണ്. നിർഭയനായ ഒരു വ്യക്തിയാണ്. എന്നെ ആദ്യം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ നിർഭയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ തന്ത്രിനെയും മന്ത്രിനെയും എന്താ പറയുക അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല ഞാൻ മാനിക്കാറുള്ളത്. ഞാൻ സാധാരണ മനുഷ്യരെയാണ് മാനിച്ചു പോകുന്നത്. ഞാനൊരു ഈശ്വരോപാസകനാണ്, മത ഉപാസകനല്ല. എൻ്റെ പല പ്രസ്താവനകളിലും ഞാനൊരു ഹിന്ദു മതവർഗീയവാദിയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെ പലപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ വളരെയധികം പശ്ചാത്തപിക്കുകയാണ്. കാരണം ശരിയായ ഞെരളത്ത് അരികൊന്നൻ അതായിരുന്നില്ല. അതാക്കുന്നതിന് സംഘപരിവാറിന് എല്ലാ തരത്തിലും ഇടയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വിഷം കുത്തിവെക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് ഞാൻ എന്താ പറയുക കുടഞ്ഞ് കൊതറി മാറി വന്ന് പ്രത്യക്ഷത്തിൽ വളരെ അടിയന്തരമായി ഒരു നിലപാടെടുക്കുമ്പോൾ അതിപ്പോൾ ഒരു ചർച്ചയാവുന്നില്ല. അതുകൊണ്ടാണല്ലോ അങ്ങിപ്പോൾ എന്നോട് ഇൻ്റർവ്യൂ വെക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ ഡിസ്കഷൻ, ഇറ്റ് ഈസ് എ സോഷ്യൽ ഡിസ്കഷൻ. അത് നടക്കാൻ വേണ്ടി കൂടിയാണ്. വേറൊരു പശ്ചാത്തലം കൂടി, താങ്കളുടെ പശ്ചാത്തലം എനിക്ക് തോന്നുന്നത് ഇതിനെതിരെയുള്ളൊരു വിമർശനം എന്ന് പറയുന്നത്, വിശ്വാസികളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള വിമർശനം എന്ന് പറയുന്നത്, ക്ഷേത്രങ്ങളാണ് നിങ്ങൾക്ക് അവസരം നൽകിയത്. ഉദാഹരണത്തിന് താങ്കളുടെ പിതാവിനായാലും അതൊരു ക്ഷേത്രങ്ങളിലുള്ള കൊട്ടിപ്പാടി സേവകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വിപ്ലവകരമായി മുന്നോട്ട് പോകുന്നത്. താങ്കളും ആ പാത പിന്തുടരുന്നു, ക്ഷേത്രോപാസകനെയും ക്ഷേത്ര ഗാനശാഖയും ആലപിക്കുന്നു ഒക്കെ ചെയ്യുന്നു. ക്ഷേത്രങ്ങൾ അവസരം നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു താങ്കൾ പരിപാടികളൊക്കെ അവതരിപ്പിച്ചതും ക്ഷേത്ര സദസ്സുകളിലൊക്കെ ആയിരിക്കും. അല്ല അവിടെ നിന്ന് വേറൊരു സാമുദായിക വിലാസമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നതിൽ ഒരു ഞെട്ടൽ ആ വിശ്വാസികൾക്ക് ഉണ്ടായാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഞെട്ടാനായിട്ട് യാതൊരു അർഹതയുമില്ല. എന്നാൽ ഞെരളത്ത് രാമപ്പൊതുവാളെ ക്ഷേത്രത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന സമുദായങ്ങളാവട്ടെ, ഭരണകൂടമാവട്ടെ, സംവിധാനങ്ങളൊക്കെ ഞെരളത്ത് രാമപ്പൊതുവാളെ ക്ഷേത്ര പരിസരത്ത് എന്നും അവഹേളിച്ചിട്ടും അവഗണിച്ചിട്ടുമേ ഉള്ളൂ. ഞെരളത്ത് രാമപ്പൊതുവാൾ അറിയപ്പെടുന്ന ഒരാളായതിനു ശേഷം അവർ അത് ഞങ്ങളുടെ ക്ഷേത്ര സംഗീതത്തിൻ്റെ ഒരു ഐക്കണാണ് എന്ന് പറയാൻ അത് എല്ലാത്തിനെയും എന്താ പറയുക, എല്ലാത്തിൻ്റെയും ആളാവുക എന്ന് പറയില്ല, അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ക്ഷേത്ര ഭാരവാഹികളും അദ്ദേഹത്തെ ഒരു നിലയ്ക്കും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് മാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന് പുരസ്കാരങ്ങളും മറ്റും കിട്ടിയപ്പോൾ സ്വീകരണം ഒരുക്കലായി, പിന്നെ സ്മാരകമായിട്ട് സംഗീതോത്സവം തുടങ്ങലായി. ഇപ്പം ഞെരളത്ത് രാമപ്പൊതുവാളുടെ പേരിൽ സംഗീതോത്സവം നടന്നിട്ട് അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങാടിപ്പുറം തിരുമാന്താകുന്നിൽ. കാരണം രാമപ്പൊതുവാളുടെ സംഗീതവുമായിട്ട് ഒരു ബന്ധമുള്ള സംഗീതമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ ബ്രാഹ്മണൻ്റെയും എൻ്റെ തമിഴ് പട്ടന്മാരുടെയും കർണാടക സംഗീതം തന്നെയാണ് അവിടെ എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ ഞെരളത്ത് രാമപ്പൊതുവാളെ പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലെ ഏറ്റവും പിന്നിലാണ് കൊണ്ടുവയ്ക്കുക.
ഒരുപാട് അവഹേളനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് രാമപുതോളുടെ സ്മാരകത്തിൻ്റെ പേരിൽ. ആകെ ഒരു ഗുണം എന്താ വെച്ചാൽ ഞെരളത്ത് രാമപുതോളെ പ്രാന്തം പുതുവര എന്ന് വിളിച്ചിരുന്ന അങ്ങാടിപ്പുറത്തിലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരും അവരുടെ അടുത്ത തലമുറക്കാരും ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞെരളത്ത് രാമപുതോളുടെ പാവന സ്മരണയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാ കൊല്ലം. അത് മാത്രമാണ് ഇതിലൊരു ഒരു ഒരു എന്താ പറയുക ആകെ ഒരു ഗുണമുള്ളത്. അത്തരത്തിൽ എന്നെയും ക്ഷേത്രങ്ങളല്ല വളർത്തിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ തെറ്റിദ്ധാരണ. ഞാൻ മറ്റു രീതിയിൽ ഞാൻ പറയില്ലേ സാഹിത്യ അക്കാദമിയിൽ ഡേവിസ് ഏട്ടനെ പോലത്തെ ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സമ്മേളനങ്ങളിൽ അരങ്ങോത്സവ പാട്ടായിട്ട് കൊണ്ടേ പാടും. അപ്പോൾ അവിടുന്ന് വേറെ ആൾ കാണാം എന്നാൽ നമ്മുടെ ക്ലബിൻ്റെ പരിപാടിക്ക് വരും എന്ന് പറയും. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിന് പുറത്തത് പാടി നടന്നതിൻ്റെ പേരിലാണ് സംഘപരിവാർ എന്നെ ആദ്യകാലത്ത് ഒരുപാട് ഉപദ്രവിച്ചിട്ടും വിമർശിച്ചിട്ടും ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്. അമ്പലങ്ങൾ കേരളത്തിലെ പ്രമുഖമായ ഒരു ക്ഷേത്രങ്ങളിലും ഞാൻ പാടിയിട്ടില്ല. ഗുരുവായൂരിൽ എന്നെ എതിരെ പാടിച്ചിട്ടില്ല, തിരുനാവായിൽ പാടിച്ചിട്ടില്ല, കാടാമ്പുഴയിൽ പാടിച്ചിട്ടില്ല, തിരുമാന്താകുന്നിൽ പാടിച്ചിട്ടില്ല, വൈക്കത്ത് പാടിച്ചിട്ടില്ല. ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ എന്നെ പാട്ടുപാടാൻ വിളിച്ചിട്ടില്ല. പക്ഷെ ഗുരുവായൂരിൽ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ചില അത് അമ്പലത്തിലല്ലോ, അമ്പലത്തിലല്ല അമ്പലത്തിലല്ലോ. അതിൽ തന്നെ അവർ വിമർശിച്ചതിൻ്റെ പേരിൽ അവർ വലിയ പ്രശ്നത്തിലായി അന്ന്. കാരണം ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് സംഗീതത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. അവർ സമരം ചെയ്തിരുന്നത് എന്തിനായിരുന്നു? ക്ഷേത്രത്തിനകത്തേക്ക് പോകാനാണ്. ഞാൻ ആദ്യമേ പറയുന്നൊരു സംഗതി ഉണ്ട്, ഞാൻ ഇടതുപക്ഷക്കാരനാണ്, CPM കാരനല്ല. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, ക്ഷേത്രവിശ്വാസിയല്ല. ഇതൊക്കെ എത്രയോ കാലം മുമ്പേ റിപ്പോർട്ടർ TV എൻ്റെ ചാനലിൻ്റെ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ടല്ലോ. മധുവും അതുപോലെ തന്നെ അഭിലാഷം ചെയ്ത ഇൻ്റർവ്യൂ കിടക്കുന്നുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ ഇങ്ങനെ സ്ഥാപനവൽകൃത ഭക്തിയുടെ ആളല്ല. ഞാൻ ഹിന്ദു എന്നൊരു മതമുണ്ട് തന്നെ വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, പുറത്തുനിന്നൊരു ഇസ്ലാം മത വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്തു മത വിശ്വാസിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഹിന്ദു മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞവരെ ഏതിലാണ് ചേർക്കുക? ഇവിടെ ഹിന്ദു ഇല്ലല്ലോ. നായർ, നമ്പൂരി, ആശാരി, തട്ടാൻ, കരുവാൻ, ഈഴവനൊക്കെ അല്ലേ ഉള്ളൂ, ഹിന്ദു ഇല്ലല്ലോ. അങ്ങനെ ഒരു മതപരിവർത്തനം ഇത് നടക്കുന്നില്ലേ ഇപ്പോൾ? അല്ല, അത് കല്യാണത്തിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ വീട്ടിലാണ് 2 മുസ്ലിം പെൺകുട്ടികളെ 2 വ്യത്യസ്തരായ ഹിന്ദു യുവാക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എൻ്റെ വീട്ടിലാണ് താമസിപ്പിച്ചിരുന്ന കുറേ കാലം, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ. കാരണം വാടകയ്ക്ക് കൊടുക്കാൻ അവിടെ ചെറിയൊരു വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. വാടകയ്ക്ക് കൊടുക്കാനുള്ള വെറുതെ ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന വീടായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചത്. അവരൊക്കെ ഹിന്ദുക്കളായിട്ട് മതപരിവർത്തനം ചെയ്തിട്ടാണ്. കേരളത്തിൽ എത്രയോ മുസ്ലിം പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്ത് അമ്പലങ്ങളിൽ കൊണ്ടുപോയി തൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിന്ദുക്കൾ. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ലവ് ജിഹാദ്, ലവ് ജിഹാദ് എന്ന് പറയാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അതും ഒറ്റപ്പെട്ട 3-4 സംഭവങ്ങൾ വെച്ചിട്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ, ഈ ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് പറയാൻ പറ്റുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കളൊക്കെ കൂടി പങ്കെടുത്തുകൊണ്ട് ഇല്ലല്ലോ. നേരെ മറിച്ച് ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിക്കുന്നതിന് ഇവിടെ ആരൊക്കെ പോയി കൂട്ടുന്നത്? റഹീം, വി ശിവൻകുട്ടി. അത് മതം മാറ്റമല്ലേ, ക്ഷേത്രത്തിൽ വെച്ചല്ലേ കല്യാണം നടന്നത്. അല്ലാണ്ട് എന്താ പറയുക, മതേതര വിവാഹമല്ലല്ലോ നടന്നത്. ആരാണ് ഇപ്പോൾ ഇവിടെ മതപരിവർത്തനത്തിന് കൂട്ടുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ ആയിക്കോട്ടെ, എന്തിനാ ക്ഷേത്രത്തിൽ പോകണം? എന്തിനാ? ഇവിടെ രജിസ്റ്റർ ഓഫീസ് ഉണ്ടായിരുന്നില്ല? അതുപോലെ വേടൻ പോലും കല്യാണം കഴിച്ചത് രജിസ്റ്റർ ഓഫീസിലാണ്. അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ഇവരെല്ലാം ചെയ്യുന്നതാണ്. ശിവൻകുട്ടി നായരാണ്. ഇന്നത്തെ മന്ത്രിസഭയിൽ നിങ്ങൾ നോക്കൂ, ശൂദ്രന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പിണറായിയുടെ മന്ത്രിസഭയിൽ ശക്തരായിട്ടുള്ള എല്ലാവരും ശൂദ്രന്മാരാണ്. അവരങ്ങനെയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ് ഇത്തവണ അവർ അക്കാദമി ചെയർമാൻ സ്ഥാനം കൊടുത്തത്. അല്ലാണ്ട് നന്നായിട്ട് ചെണ്ട കൊട്ടാൻ അറിയുന്ന ഒരു ദളിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും അല്ല അവർ കൊടുത്തത്. അവിടെ ഒരു മാരാർക്ക് തന്നെയാണ് അവർ കൊടുത്തത്. ഇപ്പോൾ ദാ 70കളിൽ ഞാൻ തുടങ്ങിയത് SFIയിലായിരുന്നു എന്ന് എന്താ പറയുക, വലിയ പൊങ്ങച്ചൻ പറഞ്ഞാണ് ജയിലിൽ കിടക്കുക SFIക്കാരൻ. തനി നായർ മാടമ്പിയല്ലേ രഞ്ജിത്ത്? താങ്കളുടെ സുഹൃത്തല്ലേ? അല്ല, എൻ്റെ സൗഹൃദത്തിനൊന്നും ഒരു സ്ഥാനമില്ല. ഇടക്കുന്ന നില സ്ത്രീ വിരുദ്ധത കാണിച്ചാൽ നമുക്കത് ഈ പൊതുവാളെ കുറിച്ച് ഡോക്യുമെന്ററിക്ക് ശബ്ദം നൽകിയത് അതെല്ലാം ശരിയാണെന്നേ. അതെല്ലാം ശരിയാണ് എന്ന് വെച്ചിട്ട് സമ്മതമില്ലാത്ത സ്ത്രീകളെ സിനിമയിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതെല്ലാം ശരിയാണ്. അതൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളെ ബാധ്യത അയാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഗീത രൂപത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് SFIയിലായിരുന്നതിൻ്റെ ഗർവ് പരസ്യമായി പറയുകയും അത് കഴിഞ്ഞ് സമ്മതമില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്താൽ അതിന് കൂട്ടുക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത്തരത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാടമ്പികളൊക്കെയാണ് കൊണ്ടുപോയിട്ട് ഇത്തരം കീ പോസ്റ്റുകളിൽ വെച്ചിരിക്കുന്നത്. ഇവരൊക്കെ ആരാന്നും കൂടി അന്വേഷിക്കാതെ. അപ്പോൾ ബേസിക്കലി ഇടതുപക്ഷവും ഈ സവർണ്ണ മാടമ്പിത്തരത്തിന് കൂട്ടുനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കലഹിച്ചത് എപ്പോഴും കലാരംഗത്തായാലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും സവർണ്ണ മാടമ്പിത്തരത്തിന് എനിക്ക് അംഗീകരിച്ചു പോകാൻ പറ്റില്ല. അതിവിടെ വളരെ ശക്തമാണ്. ഇപ്പോഴും ഈ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾ മുഴുവൻ ഇറങ്ങുന്നത് പത്തനംതിട്ട, തെക്ക് ഭാഗത്തുള്ള ജില്ലകളിലുള്ള മേനോന്മാർ, പിള്ളമാർ, അങ്ങനത്തെ ഫാമിലികളിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ സാധനവും ഇറങ്ങുക. അവർക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ആലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇത് മുഴുവൻ പടച്ചുവിടുന്നത്, ഈ വിഷം മുഴുവൻ പടച്ചുവിടുന്നത്. മലപ്പുറം ജില്ലയിലെ ഹിന്ദു കുടുംബങ്ങളിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള വിഷങ്ങളുള്ള ഒരു സാധനം പടച്ചുവിടപ്പെടില്ല.
അപ്പോൾ ഇവർ നേരനുഭവമില്ലാതെ മലപ്പുറം ജില്ലയെക്കുറിച്ച് വേണ്ടാത്തത് പറയുക, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഈ മലപ്പുറം ജില്ലയിലെ ഈ ഒരു മാറ്റം ഈ ഇപ്പോൾ പഴയതുപോലെയല്ല. മലപ്പുറം ജില്ലയിൽ പഴയ ഒരു മുസ്ലിം യാഥാസ്ഥിതിക സ്വഭാവം കാലത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ യാഥാസ്ഥിതികത്വത്തെ അവിടെ നിലനിർത്താനല്ലാതെ അവിടെയൊക്കെ ചേഞ്ച് ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഇപ്പോൾ ഈ ഇമ്പിച്ചി വാവയെ പോലുള്ള വലിയ നേതാക്കന്മാർ അവിടെയാണ് നമ്മുടെ മുസ്ലിം വലിയ സമുദായത്തിലുണ്ടായ അതാണ് ഏത് സാമൂഹ്യ പരിവർത്തനം നടന്നാലും അതിൻ്റെയൊക്കെ വാപ്പ നമ്മളാണെന്ന് പറയുന്ന ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റ് അല്ല, ഇമ്പിച്ചി വാവയൊക്കെ പോലുള്ള ഒരു മഹാന്മാരായ നേതാക്കന്മാർ ജന്മം നൽകിയ ഇമ്പിച്ചി ബാവ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പിച്ചി ബാവ ഒരു സംഗീതജ്ഞനായിരുന്നു, കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന് ഒരു സമ്പത്തും ഇല്ലാണ്ട് മരിച്ചുപോയ ഒരു പാട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയൻ. അവരൊക്കെ കലയുടെ എന്താ പറയുക മാഹാത്മ്യമാണ് ഒരു സമൂഹത്തിൽ പങ്കുവെച്ചുകൊണ്ട്. അവർ ഇടതുപക്ഷത്തിലിരുന്നാലും ലീഗിലിരുന്നാലും അവർ അതേപോലെ തന്നെ പ്രവർത്തിക്കും. ഇടതുപക്ഷം പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ സാധനമൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ അറിയോ, അവർക്ക് അവിടെ അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ വിശ്വാസികളെ എപ്പോഴും ഭയങ്കര ഭയം, ഇന്നും ഭയമാണ്. പക്ഷേ ശബരിമലയിൽ അവരൊക്കെ കയറ്റിയതിൻ്റെ ഭാഗമായിട്ട് ഇനി വിശ്വാസികൾക്കെതിരെ ഒന്നും പറയരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുംഭമേള വിശ്വാസികളുടെ ഒരു സംഗമമാണെന്നും അതിനെതിരെ നമ്മൾ അവിടെ ഒന്ന് എന്ത് വിഷവിത്ത് എറിഞ്ഞു പോയാലും അതിനെതിരെ ഒരു പ്രസ്താവന നടത്താൻ, ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി എടുക്കുന്ന ആലങ്കോട് ഇലക്ഷൻ ഭാരതപ്പുഴയെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ആളല്ലേ. പുഴയെക്കുറിച്ച് പറഞ്ഞും പാടിയും കവിത എഴുതിയും പ്രസംഗിച്ചും എത്ര കാശും അവസരം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. എന്നാൽ കുംഭമേളയുടെ അവിടെ വന്നിട്ട് ഇത്രയും സന്യാസിമാർ ഇത്രയും വേണ്ടാത്ത തോന്നിവാസങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് ആ കുംഭമേള മര്യാദയ്ക്ക് നടന്നു തന്നെ ചുറ്റുഭാഗത്തുള്ള ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ വീടുകൾ തുറന്നു കൊടുത്തോണ്ടാണ്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിട്ടല്ല, അവർ ഇസ്ലാമിൻ്റെ ഒരു മഹത്വമാണത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തോന്നിയാസം പറയുമ്പോൾ ഈ ലീലാകൃഷ്ണനെ പോലുള്ള ആരെങ്കിലും ഒരാൾ ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞോ, അയാളിപ്പോൾ കാൻഡിഡേറ്റാണ്. അത്തരത്തിൽ സാംസ്കാരിക നായകരാവട്ടെ, നമ്മൾ ഇത് പ്രതിരോധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടതുപക്ഷ നേതൃത്വമാവട്ടെ, അവരെല്ലാം തന്നെ സംഘപരിവാർ എന്താണോ എടുക്കുന്ന സമീപനം അതേ സമീപനത്തിന് മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുമ്പോൾ ഇങ്ങനെ സംഘപരിവാറിനെതിരെ പറയുമെന്നേ ഉള്ളൂ. ഇസ്ലാം മത വിശ്വാസികളെ നേരിട്ട് അക്രമം അനുഭവിക്കുന്ന ഒരു സമയത്തും ഇവർ അതിന് വേണ്ടിയിട്ട് യാതൊരു പ്രവർത്തനം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസികൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നത് ലീഗല്ല ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയിട്ടും അവരുടെ പൈസയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അത് LDFനകത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, അവർ ശക്തമായിട്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവരെന്താണ് ചെയ്യുന്നത്, അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പെണ്ണ് വിഷയം ആരോപിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ആളുകൾ വളരെ അസ്വസ്ഥരാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കകത്തുള്ള ഇസ്ലാം മത വിശ്വാസികളും ക്രിസ്തുമത വിശ്വാസികളും വളരെ അസ്വസ്ഥരാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷ അനുകൂലമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നൊരു വിമർശനമായിട്ട് താങ്കൾ പറഞ്ഞു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ബാബറി മസ്ജിദ് കാലം തൊട്ട് തന്നെ എടുക്കുക. ബാബറി മസ്ജിദ് പൊളിച്ച UDF കോൺഗ്രസ് സർക്കാരിന് പിന്തുണ അന്ന് തൊട്ടേ തുടരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ മുത്തലാഖ് വിഷയം വരെ, മുത്തലാഖ് വിഷയത്തിൽ പാർലമെൻറ്റിൽ പ്രസംഗിക്കേണ്ടിയിരുന്ന കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് വിഷയത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. പൗരത്വ വിഷയങ്ങൾ, പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൗരത്വം ബില്ല് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. അതുപോലെ പലസ്തീൻ വിഷയത്തിൽ ഇതുപോലെ പലസ്തീൻ വിഷയം വർഷങ്ങളായി പലസ്തീൻ വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടെടുക്കുന്ന ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ഒരു ഇസ്ലാമോഫോബിയക്കെതിരെ ശബ്ദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇടതുപക്ഷം ന്യൂനപക്ഷ സംരക്ഷണത്തിന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് മുസ്ലിം വിരുദ്ധമാണ് എന്ന് ഇടതുപക്ഷത്തെ എങ്ങനെയാ പറയാൻ പറ്റുക തോന്നുകയാണ്. അതായത് പ്രസ്താവനകളെല്ലാം കേമമാണ്. പ്രസ്താവനകൾ വളരെ കറക്റ്റ് സമയത്ത് ഇടപെട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് പ്രവൃത്തിയാണ്. നിങ്ങളിപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കുറേ സ്കോളർഷിപ്പ് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് കുറേ സംവരണം പ്രത്യേകമായി വേറെന്തെങ്കിലും ഹജ്ജിന് സബ്സിഡി കൊടുത്തു. ഇതൊന്നുമല്ല ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടത്. ഇസ്ലാം മത വിശ്വാസികളെ രണ്ടായി കാണുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇടതുപക്ഷക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതാണ്. പരിപാടിയുടെ ഭാഗമായിട്ട് താമസിക്കാനല്ലെങ്കിൽ അവരൊക്കെ പറയും, എൻ്റെ മക്കൾ ആരെ കല്യാണം കഴിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ മുസ്ലിം ആവരുത്. ഈ ഒരു മനോഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ പറയുന്നത് ആരാ? ഇടതുപക്ഷക്കാരൻ്റെ വീട്ടിലെ ഭാര്യയോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനോ ആണ് പറയുന്നത്. ഈ മനോഭാവം ഉണ്ട് ഉള്ളിൽ. ഉദാഹരണത്തിന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സഖാവായിട്ടുള്ള ഒരു പയ്യൻ, ഒരു മുസ്ലിം പയ്യൻ, അതിൻ്റെ തൊട്ടുമുമ്പ് ഈ കുറച്ച് മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് കുറച്ച് വങ്കത്തരങ്ങൾ കാണിച്ചല്ലോ. പിന്നെ അവർക്കത് വേണ്ടിയിരുന്നില്ല തോന്നി. അടുത്ത കൊല്ലം ഇവർ ചെയ്തിട്ടുമില്ല.
അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവരെന്ത് വിചാരിച്ചു, നമ്മളെ പാർട്ടി ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ വെച്ച് ഇവരെന്ത് ചെയ്തു, പാർട്ടിയോട് കൂടിയാലോചിക്കാതെ ഒരു ചെറിയ ഘടകത്തിലുള്ള ആളാണ്, കൂടിയാലോചിക്കാതെ ഇവൻ നബിദിന ആശംസകൾ എന്നിട്ട് ഇവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഫ്ലക്സ് അടിച്ചു വെച്ചു. അതോടുകൂടി അവിടുത്തെ ഈ ഹിന്ദുക്കളായിട്ടുള്ള പാർട്ടിക്കാർ മുഴുവൻ അവനെതിരായി. അവനെ ഒറ്റയടിക്കെടുത്ത് മാറ്റുന്ന എന്താ ചെയ്തത്, അവരവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് മുസ്ലിമായൊരു പയ്യൻ ബ്രാഞ്ച് സെക്രട്ടറി ആയി ഇരിക്കുന്നതിലുള്ള അസ്വസ്ഥത അവിടുത്തെ പാർട്ടിയിലെ ആളുകൾ കാണിച്ചിട്ട് അവനെ പിടിച്ച് മാറ്റി ഒരു നായരെ പിടിച്ച് ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു സ്വാഭാവിക നടപടിയായിരിക്കുന്നു. എന്നെ പിടിച്ച് അവനെ മാറ്റിയിട്ട് എന്നെ പിടിച്ചാക്കിയത് ഇവിടുത്തെ ചെക്കന്മാർക്കൊന്നും അവനെ പറ്റണില്ല, അവന് മുസ്ലിം ആയിട്ടുള്ള അവനെ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചാക്കിയെന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ ബ്രാഞ്ച് സെക്രട്ടറി എന്നോടാ പറഞ്ഞത്, എൻ്റെ ബന്ധുവാണ്. ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ധാരാളമായി കേരളത്തിൽ ഇവർ പയറ്റുന്നുണ്ട്. ആരെ സന്തോഷിപ്പിക്കാനാ? അത്തരത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കുറ്റകരമായ മൗനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് സഖാക്കൾ. അത് ശരിയല്ല. നിങ്ങളിപ്പോൾ ലോകത്തിലെവിടെയെങ്കിലും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം നടക്കുമ്പോൾ അവിടെ നിന്നിട്ടോ പ്രസ്താവന നടത്താനൊന്നും വലിയ ചിലവൊന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ ചെയ്യേണ്ട സംഗതികൾ എന്താണ്? ഇതൊരു രണ്ടാമത്തെ ഒരു സമൂഹമല്ല എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിൽ അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് തന്നെ ഇത് വലിയ പ്രശ്നങ്ങളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അവിടെ എന്താ പറയുക, ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നുള്ള വടംവലി ഒരു ഭാഗത്ത് പാർട്ടിയിൽ നേതൃത്വത്തിന്, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് വടംവലി, കുറേ സവർണ്ണ മാടമ്പികളുടെ ഭാഗത്തു നിന്നുള്ള വടംവലി, ഈഴവരും മറ്റേ ശൂദ്രന്മാരും തമ്മിലുള്ള വടംവലി, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശക്തമാണ്. അത് അണികൾക്കിത് അനുഭവിക്കുന്ന അണികൾക്കിത് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളോട് അവർക്കുള്ള പ്രണയം എന്ന് പറയുന്നത്, ഇവരുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കിടക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ, അതായത് പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസികളുടെ പൈസയാണ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ അത് ബാങ്ക് പൊളിഞ്ഞാൽ പാർട്ടിയില്ല. അപ്പോൾ ഇവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ ബാങ്ക് പൈസ പിൻവലിച്ചാൽ പിന്നെ പാർട്ടിയില്ല, പാർട്ടീൻ്റെ അടിമകളും ഇല്ല. കാരണം ബാങ്കുകളാണല്ലോ കുറേ പാർട്ടിയെ നിലനിർത്തുന്നത്. കാരണം ലോണ് കൊടുത്തിട്ടും മറ്റേ എന്താ പറയുക പലിശ കൊടുത്തിട്ടും നിക്ഷേപിക്കാൻ എന്താ പറയുക സുഗമമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നിലനിൽക്കുന്നതല്ലേ. അത്തരത്തിലുള്ള നിസ്സാരപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനെ അവർ സ്നേഹിക്കുന്നതായിട്ട് നടിക്കുന്നത്. പക്ഷേ അത് അനുഭവത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷത്തിൽ ചേരേണ്ടതായിരുന്നില്ലേ? അത്രമാത്രം സംരക്ഷണം നൽകുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അതല്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, കോൺഗ്രസ് ആണോ ഇപ്പോൾ സംരക്ഷണം നൽകുന്നത്? ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. കോൺഗ്രസ് മുമ്പ് വയനാട്ടിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ലീഗിന്റെ കൊടി അവിടെ പ്രിയങ്കയും രാഹുലും പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും ലീഗിന്റെ കൊടി മാറ്റിവെക്കാൻ പറഞ്ഞു. ഈ കൊടി പാകിസ്ഥാന്റെ കൊടിയായി തെറ്റിദ്ധരിക്കും എന്നുള്ളത് കൊണ്ട് മാറ്റിവെക്കാൻ പറഞ്ഞു. അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ ഒരു മുസ്ലിമും കൂടെയില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. അതെന്താ അറിയോ, കോൺഗ്രസ് ആണോ അപ്പോൾ? അല്ല, പാർലമെന്ററി പൊളിറ്റിക്സിനകത്ത് ഇപ്പൊ CPM സീതാറാം യെച്ചൂരി പൂക്കൊട്ടയും പൂവിന്റെ കുടവും വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വടക്കേ ഇന്ത്യയിൽ പോകുന്ന ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ. ഏതാ? സീതാറാം യെച്ചൂരി. അത്തരത്തിലുള്ള വേഷം കെട്ടലുകൾ അത് ലീഗുകാരും അവിടെ പോയ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ ഒപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വേഷം കെട്ടലുകൾ എപ്പോഴും ചെയ്യാറുണ്ട്. അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. അതൊന്നും രാഷ്ട്രീയത്തിൽ, ശുദ്ധമായ രാഷ്ട്രീയത്തിൽ പാടില്ലാത്തതാണ്. ഞാനൊരു എന്താ പറയുക, വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് എനിക്കുള്ളത് തന്നെയാണ്. ഇവരെല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നാടകങ്ങളാണ്. ഇടതുപക്ഷമാണ് ഈ നാടകത്തിൽ ഏറ്റവും മുമ്പിലുള്ളത് എന്നതാണ് പ്രാധാന്യം. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ആ 2 സ്ത്രീകൾ ഇപ്പോൾ അവഹേളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതേ പാർട്ടി അല്ലേ? അവർ ആവശ്യത്തിന് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞില്ലേ? അങ്ങനെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്നു എന്നുള്ളതാണ്, ഒരു നന്ദിയുമില്ലാതെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നു എന്നുള്ളതാണ് CPMൻ്റെ ഒരു സ്ഥിരം പരിപാടി. അത് മുസ്ലിം ലീഗ് ചെയ്യില്ല. അവരുടെ പാർട്ടിക്ക് വേണ്ടിയോ പ്രസ്ഥാനത്തിന് വേണ്ടിയോ വിശ്വാസങ്ങൾക്ക് വേണ്ടിയോ നിലകൊണ്ടോ ഒരുത്തനെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയില്ല. അവരെ വേണ്ട എന്ന് പറഞ്ഞ് പോയവരെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മങ്കട മണ്ഡലത്തിൽ ഇന്നലെ വരെ മുസ്ലിം ലീഗിലുണ്ടായിരുന്ന ഒരുത്തനാണ് ഇന്നലെ ചെന്നപ്പോഴേക്കും സീറ്റ് കൊടുത്തിരിക്കുന്നത്. ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എത്ര മനുഷ്യരുണ്ട്. ഇപ്പോൾ ഇവിടെ സരിൻ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എത്രയോ ചെറുപ്പക്കാരുള്ള സമയത്താണ് സരിൻ പാർട്ടി മാറി വരുമ്പോഴേക്കും ഒരു കോൺഗ്രസ്സുകാരൻ പാർട്ടി മാറി വരുമ്പോഴേക്കും സീറ്റ് കൊടുക്കുന്നത്. അത്തരത്തിൽ നന്ദികേടിൻ്റെ വലിയ ഒരു എന്താ പറയുക കഥ തന്നെ ഇടതുപക്ഷത്തിന് പറയാനുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അങ്ങനെ ഒരു കഥ ഇതുവരെയും ഇല്ല. നാളെ സംഭവിച്ചേക്കാം. എല്ലാം തികഞ്ഞൊരു പാർട്ടിയൊന്നുമല്ല. പക്ഷേ ഈ സമയത്ത് അനിവാര്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതിന് കുറേ കൂടെ വാർത്താ പ്രാധാന്യവുമുണ്ട്, സാമൂഹ്യ പ്രാധാന്യവുമുണ്ട്. എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകാൻ കഴിയുന്നൊരു പാർട്ടിയാണ്
നിങ്ങൾക്കെതിരെ ആരും ഇവിടെ പടയോങ്ങില്ല. അത് നിങ്ങൾ ലീഗിലെ മുസ്ലിം ആയാലും ശരി, കമ്മ്യൂണിസ്റ്റിലെ മുസ്ലിം ആയാലും ശരി, കോൺഗ്രസിലെ മുസ്ലിം ആയാലും ശരി, മൊത്തത്തിൽ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾക്ക് എതിരായിട്ട് ആരെയും ഒരു തരത്തിൽ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന അർത്ഥത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കാൻ ഇന്ന് വരെയും CPM-നോ LDF-നോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സരിൻ്റെ കാര്യവും പറഞ്ഞു താങ്കൾ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ താങ്കൾക്കും അങ്ങനെ ഒരു വാഗ്ദാനം സംഘപരിവാർ ഉണ്ടായിട്ടുണ്ട്. കെ സുരേന്ദ്രൻ്റെ ഒരു ഓഡിയോ തന്നെ താങ്കൾ എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്, മത്സരിക്കുന്നു എന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. താങ്കൾക്ക് ലീഗിൽ നിന്ന് എന്തെങ്കിലും വാഗ്ദാനം കിട്ടിയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതായത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലമാണ് വേണ്ടത് നിൽക്കാമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. അതും കൂടെ ആ ഓഡിയോയിൽ കേൾക്കാം. നാരായണ, ഞാൻ അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. എൻ്റെ റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ട്. അതൊരു എത്തിക്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാവരും കേൾപ്പിക്കാത്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അവിടുന്ന് വന്നപ്പോഴും ഞാൻ ചിരിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. നേരെ വെച്ചാൽ DYFIക്കാരാണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് സീറ്റ് മേടിക്കും. കാരണം അവർ അവിടെ അത്രയും വലിയ സൗകര്യങ്ങളുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഞാനതിന് പോയിട്ടില്ല. എൻ്റെ ലക്ഷ്യവും അതല്ല. എന്നാൽ അവിടുത്തെ സംഘപരിവാറുകാർക്ക് എന്നെ കലാപരമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലത്ത് എന്നെ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇപ്പം മലപ്പുറം ജില്ലയിലെ പാലക്കാട് ജില്ലയിലോ തപസ്യ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ നേതൃത്വം ഇന്ന് വരെ ഒരിക്കൽ പോലും എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല. എന്നാൽ തപസ്യ നടത്തുന്ന എത്രയോ കാലമായിട്ട് തപസ്യയുടെ ഒരു പ്രവർത്തകൻ ആത്മാർത്ഥമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന എടപ്പാളിലെ സംഗീതോത്സവത്തിലാണ് ഞാൻ ഇന്നും എല്ലാ കൊല്ലം പോയി പാടുന്നത്. അത് ആ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ തപസ്യ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കേരളത്ത് ഹരിഗോവിന്ദൻ രാമപുതുകളുടെ സംസ്കാരത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടെന്നിട്ട് പൂന്താരം ആയിട്ട് ബന്ധപ്പെട്ട ഇല്ലത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പുറത്തു നിന്നിട്ട് ഇപ്പോൾ ഈയിടെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. തുഞ്ചൻപറമ്പിൻ്റെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പ്രതിമ വയ്ക്കാൻ നടക്കുകയാണ്. അല്ലാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഫോളോ അപ്പിനല്ല ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഇവരെല്ലാം കുറേ കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുക. ഇപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതപഠനം നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ടുള്ള സനാതനധർമ്മ പാഠശാലകൾ ആരംഭിച്ചിട്ട് സന്ധ്യയ്ക്ക് വീട്ടിൽ അമ്മയും മക്കളും നാമം ചെല്ലാത്ത ആൾക്കാരാണ് വരുന്നിട്ട് ഈ പാഠശാല ഉണ്ടാക്കാൻ നടക്കുന്നത്. അതൊന്നും അവർക്ക് ബുദ്ധി ഇത്തിരി കുറവാണ്. വളരെ വൈകിട്ടാണ് അവരെല്ലാത്തിനും തുടങ്ങുക. കേരളത്തിൻ്റെ ഒരു പുരോഗമന കലാ സാംസ്കാരിക പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവുമായി ചേർന്ന് നടക്കുന്നതല്ലേ താങ്കളെ പോലുള്ള ഒരു പുരോഗമന ചിന്താഗതി നല്ലത്? കമ്മ്യൂണിസ്റ്റ് ഉദാഹരണത്തിന് ഒരുപാട് കലാകാരൻ ഇപ്പൊ വേടനയൊക്കെ കൊടുക്കുന്ന ഒരു സ്വീകരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാൻ CPM-ന് വലിയ കഴിവുണ്ട്. ഓരോ വ്യക്തികളും വ്യക്തിപരമായി കൊണ്ടുവന്ന വിപ്ലവകരവും സമരാത്മകവുമായ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഉണ്ട്. ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ചെറിയ സമുദായങ്ങളും കൂട്ടങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുവന്ന നേട്ടങ്ങളുടെ എല്ലാം അത് ഞങ്ങളാണ് അതിൻ്റെ ആളുകൾ. അവരെ പോയിട്ട് ഹൈജാക്ക് ചെയ്യും, കുറച്ച് ദിവസം കൂടെ നിർത്തും. അങ്ങനെയാണോ? മലപ്പുറത്ത് ചെറുകാടിന്റെയും ഇടശ്ശേരിയുടെ ഒക്കെ ഒരു പാരമ്പര്യമുള്ള വലിയൊരു പുരോഗമന സാംസ്കാരിക പാരമ്പര്യമുള്ള അത്തരം ആളുകൾ വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർ നേടിയ നേട്ടത്തിനെ പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പാർട്ടിക്കാരനായിരുന്നോ? അയ്യങ്കാളി CPM-കാരനായിരുന്നോ? പക്ഷേ ഇതിൻ്റെയൊക്കെ വാപ്പ ഞങ്ങളാണ് എന്ന് പറയുന്ന തരത്തിൽ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ വേടനെ തന്നെ അവരെന്താ ചെയ്തത്? എത്ര നല്ല ഫയറുള്ളൊരു പാട്ടുകാരനാണ്. ഞാൻ ഈ മുസ്ലിം ലീഗിലേക്ക് ചേരുന്നതിനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, വേടനോടുണ്ടായിരുന്ന അതിനിശിതമായ സംഘപരിവാറിൻ്റെ സമീപനം. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അയാൾ അത്രയും ഫയറുള്ള ഒരു പാവം കുട്ടിയാണ്. അവൻ അത്രയും കഴിവുള്ള ഒരുത്തനാണ്. പക്ഷേ CPM അവനെന്താ ചെയ്തത്? രണ്ടാമത്തെ കുംഭമേളൻ CPM അവനെന്താ ചെയ്തത്? CPM അവനെ കൊണ്ട് LDF-ൻ്റെ സ്തുതിഗാനം പാടിക്കുക ചെയ്തത്. മനസ്സിലായില്ലേ? അതായത് തനിക്കാക്കി വടക്കാക്കുക എന്ന് പറയില്ലേ? അതല്ലാണ്ട് അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവനെ വിടുകയല്ല ചെയ്തത്. അവന് നിവൃത്തികേടുകൾ ഉണ്ടായി. കാരണം കേസും കൂട്ടങ്ങളൊക്കെ പലതും ഉള്ളതാണ്. ആ കുട്ടിയെ അവൻ്റെ ഇഷ്ടത്തിന് വിടുകയല്ല ചെയ്തത്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഞാൻ ചേരുമ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടല്ലോ? ഒന്നും ശ്രദ്ധിക്കല്ല, നിങ്ങളിപ്പോൾ ജീവിക്കണം, അതേ ജീവിതം ജീവിക്കുക, നിങ്ങളുടെ വിശ്വാസങ്ങളും കലകളായിട്ടും മുന്നോട്ട് പോകുക എന്നാണ് പറഞ്ഞത്. ഒരു വാക്കോ ഒരു അടച്ചിട്ട മുറിയിൽ ചർച്ചയോ അല്ലെങ്കിൽ വേറെ മാസങ്ങളോളം കൂടിയാലോചന ഒന്നും ഉണ്ടായിട്ടില്ല. KN ഖാദർ സാറ് ഞാൻ മെസ്സേജ് അയക്കുന്നു, എനിക്കിതിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അപ്പം എന്നാൽ ഞാൻ തങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു. ഒരു ദിവസം സൗകര്യമുള്ള ദിവസം ചെല്ലാൻ പറഞ്ഞു. 10-40 ആൾക്കാർ വരാന്തയിൽ കൂടി നിൽക്കുന്ന സമയത്ത് പരസ്യമായിട്ട് ആ വരാന്തയിൽ കയറി ചെന്നിട്ട് അവിടെ നിന്നാണ് ഈ മെമ്പർഷിപ്പ് മേടിക്കുന്നത്. അല്ലാണ്ട് എത്രയോ കാലങ്ങളായിട്ട് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ എന്താണ് ആവശ്യം എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ഓഫറുകളും ഇല്ല. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ ഓഫർ കൊടുത്തിട്ട് ഒരു മനുഷ്യനെയും സ്വീകരിക്കുന്ന ചരിത്രം അവർക്കില്ല. എനിക്ക് കോടികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കിട്ടിയ പൈസ അങ്ങനെ പാർട്ടിയിൽ ആളെ കൂട്ടാനുള്ളതല്ല. അവർ ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ മാനവ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ മനുഷ്യരെ സഹായിക്കാൻ ആ പൈസ കൊണ്ട് പ്രത്യക്ഷത്തിൽ. അതിലൊരു ഫണ്ട് വെട്ടിപ്പിൻ്റെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് ബന്ധപ്പെട്ടൊരു ഫണ്ട് വെട്ടിപ്പിൻ്റെ കഥ ഉണ്ടാവില്ല. എന്നാൽ CPM-ൻ്റെ BJP-യുടെ ഇഷ്ടംപോലെ കഥകളില്ലേ? പൊതുജനങ്ങളുടെ പൈസ പല സമയത്തും കട്ടിട്ടുള്ള കഥകളില്ലേ? കോൺഗ്രസിൻ്റെ ഇല്ലേ? അല്ലെന്നേ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ കുറേ തരത്തിൽ പല രീതിയിൽ
എന്താ പറയുക കലങ്ങിപ്പോയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത്രയും കാലം പ്രവർത്തിച്ചിട്ടും ഇതുവരെയും, കാരണം അതിനെ നിയന്ത്രിക്കുന്നത് 1925 RSS ഉണ്ടായതിനു ശേഷം 1926 സ്ഥാപിച്ച സമസ്ത എന്ന് പറയുന്ന ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സംഘടനയുണ്ട് അവർക്ക്. അവരെയും കൂടെ മാനിച്ചിട്ടാണ്. സമസ്ത തങ്ങളെയും മാനിക്കുന്നുണ്ട്, തങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സമസ്തയെയും മാനിക്കുന്നുണ്ട്. അവിടെ രണ്ട് വിഭാഗം നിലനിൽക്കുമ്പോൾ പോലും പരസ്യമായ യുദ്ധങ്ങൾക്കോ അധിക്ഷേപങ്ങൾക്കോ അവർ മുതിരാറില്ല. അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ എന്നോട് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ എൻ്റെ ജപമാലിൻ്റെ കഴുത്തിലുണ്ടല്ലോ, ഞാൻ ഭസ്മക്കുറി തൊട്ടിട്ടല്ലേ ഇന്നലെയും, എന്നോട് പറഞ്ഞു നിനക്കോ വളക്കൊളത്താൻ പറ്റില്ല. അവരെന്ത് മണ്ടന്മാർ. ഞാൻ ഇസ്ലാം മതത്തിലല്ല ചേർന്നിട്ടുള്ളത്. ഞാൻ ഇസ്ലാം മത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയിലാണ് ചേർന്നിട്ടുള്ളത്. അതിനകത്ത് ഇഷ്ടംപോലെ ഹിന്ദു വിശ്വാസികളുണ്ട്. അപ്പോൾ അവർ പറയും സംവരണത്തിന് ആവശ്യമുള്ള ഹിന്ദുക്കളെ മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ എന്ന് പറയും. ജയന്തി രാജനെ നിർത്തിയിരിക്കുന്നത് സംവരണ സീറ്റിലാണോ? ഫാത്തിമ തഹ്ലിയനെ നിർത്തിയിരിക്കുന്നത് സംവരണ സീറ്റിലാണോ? എന്നെ അവർ സ്വീകരിച്ചിരിക്കുന്നത് ഞാനൊരു ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ദളിത് പക്ഷത്തിലായതുകൊണ്ടാണോ? അല്ല. ഞാനത് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് മിഞ്ഞാന്ന് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ലീഗുകാരും കാണുന്നില്ലേ? അവരാരും എന്നോട് നിലവിളക്ക് കൊളുത്താൻ പോകരുത്, ഇനി മേലാൽ പാർട്ടീൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല, പറയൂല. അതിൻ്റെ തലേദിവസം ഗുരുവായൂരിൽ CH റഷീദിൻ്റെ പരിപാടിക്ക്, കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന CH റഷീദിൻ്റെ പരിപാടിക്ക് ഗുരുവായൂരിൽ ഞാൻ കരുണ ജീവാനന്ദ താമസം കൃഷ്ണ എന്നുള്ള പാട്ട് ഇടയ്ക്ക് കൊട്ടി പാടുമ്പോൾ എനിക്ക് മൈക്ക് പിടിച്ചു തന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതവർക്ക് സാധിക്കും. അവരോട് നമ്മളിത് പാടണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുമോ? ഇപ്പോൾ സംഘപരിവാറിൻ്റെ വേദിയിൽ പോയിട്ട് എനിക്കൊരു മാപ്പിളപ്പാട്ട് പാടാൻ പറ്റുമോ? അതിനുള്ള സഹിഷ്ണുത സംഘപരിവാറിൻ്റെ ആളുകൾക്കുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾക്ക് ലീഗിൻ്റെ വേദിയിൽ പോയിട്ട് കൃഷ്ണസ്തുതി പാടാം. ഇതിനു മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. എന്നെ ലീഗുകാർ, ഞാൻ ഈ സംഘപരിവാറിൻ്റെ വേദിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ലീഗുകാർ അവരെന്നെ പരിപാടിക്ക് വിളിക്കാറുണ്ട്. അതാണ് എൻ്റെ അത്ഭുതം. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കാറില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പോഴേക്കും തൊട്ടുകൂടാത്തവനായി, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കൊള്ളരുതാത്തവനായി. ഇപ്പോൾ ദാ എന്നെ പാട്ട് പാടിക്കാൻ വിളിച്ചിരുന്ന സംഘപരിവാറുകാർക്കൊക്കെ എനിക്ക് പാടാൻ അറിയില്ല എന്ന് വരെ പറയാൻ തുടങ്ങി. ഒറ്റടിക്ക് അവനെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളിലായി. അവരാകെ അസ്വസ്ഥരായി. പാട്ടിന് തന്നെ പാരഡി ഉണ്ടാവാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, വന്ദേ മുകുന്ദ റബ്ബേ എന്നൊക്കെ പറയാം. അത് നല്ലതല്ലേ? അങ്ങനെയെങ്കിലും സംഘപരിവാറിൻ്റെ ആളുകൾ ആ 4 വരികൾ ടൈപ്പ് ചെയ്യാനും റബ്ബിനെ വിളിക്കാനൊക്കെ തുടങ്ങിയില്ലേ? വന്ദേ മുകുന്ദ റബ്ബേ റസൂലേ എന്നൊക്കെ വിളിക്കാൻ സംഘപരിവാരൻ നിർബന്ധിതനായില്ലേ? അങ്ങനെയെങ്കിലും അവരത് ചെയ്തില്ലേ? അവർ ജീവിതത്തിൽ വിളിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കാരണം അതുണ്ടായില്ലേ? അവർ സത്യത്തിൽ ചെയ്യണം എന്താണ്? നാവാമുകുന്ദനെ കുറിച്ചുള്ളൊരു പാട്ടാണ് വന്ദേ മുകുന്ദ ഹരേ. ആ പാട്ടിനെ വികലമാക്കിയിട്ട് അവർ വിശ്വസിക്കുന്ന മൂർത്തിയാണ് അവർ പരിഹസിച്ചത്. അതിന് ബുദ്ധിയുള്ള ഏതെങ്കിലും യഥാർത്ഥ ഹൈന്ദവ സംസ്കൃതിയിൽ വിശ്വാസമുള്ള ഒരുത്തരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയതിനെതിരെ കേസ് കൊടുക്കണം. വേറെ ഒരുത്തനുണ്ട്, ഒരു പെയിൻറ്റിൻ്റെ മുമ്പിൽ കൊട്ടിയിട്ട് പാട്ട് പാടുന്ന ഒരു സാധനം കാണിക്കുന്നു. ആ കലാരൂപം കൊണ്ടു നടക്കുന്ന ആളുകൾ അവനെതിരെ കേസ് കൊടുക്കണം. ഞാൻ കേസ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ അയാളൊരു പാവം കലാകാരൻ, ജീവിക്കാൻ ഗതിയില്ലാത്തൊരുത്തനാണ് പാവം. അയാൾക്ക് ഞാനിതിൻ്റെ കലാവിഷ്കാരമായിട്ടേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അതിനുള്ള സഹിഷ്ണുത ഉള്ളതുകൊണ്ടാണ് ഞാൻ കേസിന് പോകാത്തത്. വാസ്തവത്തിൽ ആ കലാരൂപത്തെ അവഹേളിക്കുകയാണ് ചെയ്തത്. ഒരു പെയിൻറ്റിൻ്റെ ടിന്നും പിടിച്ചിട്ട് അവൻ കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്നിട്ട് കോമാളിത്താണ് കാണിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഒരു അഡ്വക്കേറ്റ് ഒരു കഠിനമായ വിമർശനം നടത്തുന്നുണ്ടല്ലോ താങ്കൾ. അവരൊക്കെ വിമർശിക്കേണ്ടി വന്നില്ലേ? ഇവർക്ക് എന്തുകൊണ്ടാണ് ഞരളത്ത് അരികൊന്നിനെ എവിടെ വെച്ചാൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? തരക്കേടില്ല. അവരെന്നെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ വലിയ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഞരളത്ത് ഹരിഗോവിന്ദൻ പാടിയ അല്ലെങ്കിൽ ഞരളത്ത് രാമപാൽ പാടിയ ഒരു വീഡിയോ എങ്കിലും ഇന്ന് വരെ മറ്റൊരു എന്താ പറയുക ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ സംഘപരിവാരത്തിന് അനുകൂലമായ വ്യക്തികൾക്കോ പോലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സഹായിച്ചിട്ടില്ലാത്ത ആളുകൾ എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ വേടനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശ്രീനാരായണ ഗുരുദേവനെ ഉപയോഗപ്പെടുത്തുന്നില്ല, അയ്യങ്കാളിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അത്തരത്തിൽ ചെറുകാടിനെ അവർ ഉപയോഗപ്പെടുത്തി, VT ഭട്ടതിരിപ്പാടിനെ അവർ ഉപയോഗപ്പെടുത്തി. അവരൊക്കെ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് വിപ്ലവകാരികളായിരുന്നു. ഞരളത്ത് രാമപാൽ അങ്ങനെ തന്നെയാണ്. ഞരളത്ത് രാമപാലിനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് ഒരു പാപമല്ല. പക്ഷേ ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞരളത്ത് രാമപാൽ ഉണ്ടായത്, ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് VT ഭട്ടതിരിപ്പാട് ഉണ്ടായതെന്ന് പറയാൻ പാടില്ല. അത്തരത്തിൽ വ്യത്യസ്തമായ പുരോഗമന വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സ്വീകരിക്കാനുള്ള മനസ്സ് അവർക്കുണ്ട്. അത് ഏതുവരെയുള്ളവർക്ക്? അവരെ ചോദ്യം ചെയ്യുന്നത് വരെയുള്ള ആ മനസ്സ്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനകത്ത് ഞാനിപ്പോൾ വന്ന് വളക്കുളത്തിച്ചിട്ട് അവർ ഇന്നലെ വിളിച്ചിട്ട് എന്നെ മിരട്ടിയോ? ഇല്ലല്ലോ. അത്തരത്തിലുള്ള കുറേ വിശാല ഹൃദയം അവർ സൂക്ഷിക്കുന്നുണ്ട്. അവർക്ക് എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് ഒരാവശ്യങ്ങളും എന്നെ കൊണ്ടില്ല. അവരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് കുറച്ച് സന്തോഷമുണ്ട്. ഞാൻ അവരെ സ്നേഹിക്കാത്തപ്പോഴും സംഘപരിവാറിൻ്റെ വേദിയിൽ സജീവമായിട്ട് പോയിരിക്കുമ്പോഴാണ് ഞാൻ മലപ്പുറത്ത് കഴിഞ്ഞ 6-7 മാസം മുമ്പ് യൂത്ത് ലീഗിൻ്റെ സ്നേഹക്കൂട് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അതിൻ്റെ തലേദിവസം ഞാൻ സംഘപരിവാറുകാരൻ വിളിച്ച പരിപാടിക്കാൻ പോയിട്ടുള്ളത്. ഇതൊക്കെ അവരും കാണുന്നില്ലേ? കുണ്ടല ശ്രീകൃഷ്ണ കലിത ലളിത വനമാല ജയ
ജയ ദേവ ഹരേ. ദിനമണിമണ്ഡല മണ്ഡന ഭവഖണ്ഡന ശ്രീകൃഷ്ണ. മുനിജന മാനസ